ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരെയും ഈ ഒരു ചെറിയ കരിയർ ആഫ്റ്റർ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു വെബിനാറിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ആർക്കൈറ്റിന്റെ പേരിലും KTU സ്റ്റുഡൻസിന്റെ പേരിലും ആദ്യമായിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഓക്കെ, വളരെയധികം സന്തോഷമുണ്ട്. കാര്യം ഇത്രയും പേര് അവരുടെ കരിയറിൽ ഇത്രത്തോളം എന്താ പറയാ ഇൻട്രസ്റ്റ് കാണിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സജിൻ എന്നാണ്. കൊല്ലത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായിരുന്നു 5 വർഷം. അതിലുപരി ആർക്കൈറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന എഞ്ചിനീയേഴ്സ് ഹബിന്റെ ടെക്നിക്കൽ ഡയറക്ടർ കൂടിയാണ്. ഇന്ന് നമ്മൾ എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലെ? അഹമ്മദ് കേൾക്കാമല്ലോ അല്ലെ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മളെല്ലാവരും എഞ്ചിനീയറിംഗ് പഠിച്ച് 4ാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നിങ്ങളെല്ലാവരും അല്ലേ? എല്ലാവരും 4th ഇയേഴ്സ് അല്ലേ? അപ്പൊ ഈ 4th ഇയറിലേക്ക് എത്തി നിൽക്കുന്ന നിങ്ങൾ മിക്ക കുട്ടികൾക്കും ഒരു ഭൂരിഭാഗം പേർക്കും ഇനി കരിയർ എന്തായി തീരും എന്നുള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഏത് മേഖലയിലേക്ക് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ പൊതുവേ ഉള്ളതാണ്. അപ്പോൾ അതിന് എന്നാൽ കഴിയുന്ന രീതിയിൽ കുറച്ച് അഡ്വൈസസും കാര്യങ്ങളും തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു തേർഡ് ഇയറിൽ നിന്ന് 4th ഇയറിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കരിയറിനെ കുറിച്ച് അധികം ഒരു എന്താ പറയാ ഉത്കണ്ഠയൊന്നും ഉണ്ടാവില്ല. സമയത്ത് നിങ്ങൾക്ക് പക്ക എന്താവണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത്, നിങ്ങൾ പഠിച്ച സിവിൽ എഞ്ചിനീയറിംഗ് എന്ന ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് പരമാവധി ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മറ്റൊരു ഫീൽഡിലേക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യം ഇവിടെ വരുന്നില്ല. ഈ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ കരിയർ ഓപ്ഷൻസ് എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സിവിൽ എഞ്ചിനീയറിംഗ് ജോബിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, ഇന്ത്യയിലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടത് അത്യാവശ്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിനനുസരിച്ചിട്ടിരിക്കും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിലുള്ള നിങ്ങളുടെ ജോബ്സിന്റെ ഗ്രോത്ത് റേറ്റ് അല്ലെ? ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോവുകയാണ് ലോകം മൊത്തം. എന്നിരുന്നാൽ കൂടി കഴിഞ്ഞ സർവേകൾ നമുക്ക് കാണിച്ചു തരുന്നത് അടുത്ത 10 വർഷത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകാവുന്ന കൺസ്ട്രക്ഷന്റെ ഗ്രോത്ത് റേറ്റ് എന്ന് % പെർ ആനമാണ്. ഒരു വർഷത്തില് 7 മുതൽ 8% വരെ വർധനവ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് അടുത്ത 10 വർഷത്തിൽ. ഈ ഒരു 7 മുതൽ 8% വരെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്ക് വളർച്ചയുണ്ട് എന്ന് പറയണമെങ്കിൽ ആ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ വളർച്ചയോട് കൂടി പാരലൽ ആയിട്ട് പോകുന്നതാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ ജോബ്സിന്റെ വളർച്ച അല്ലെ? നമ്മുടെ എക്കണോമിക് ടൈംസിന്റെ കഴിഞ്ഞ സർവേ പ്രകാരം 4 മില്യൺ സിവിൽ എഞ്ചിനീയേഴ്സിനെയും 3.96 lakh ആർക്കിടെക്ട്സിനെയും 1.1 lakhs ആണ് ഒരു ആവറേജ് കണക്കില് ഇന്ത്യ ആവശ്യപ്പെടുന്നത് അടുത്ത 10 വർഷത്തേക്ക്. അപ്പം ഈ 4 മില്യണിലുള്ള ഓരോരുത്തരുമാണ് നിങ്ങൾ ഓരോരുത്തരും. ഓക്കെ, സോ 2025 കൂടി ഇന്ത്യ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ലോകത്തെ തന്നെ 3ാമത്തെ വലിയ ശക്തിയാകും എന്നാണ് എല്ലാവരും പ്രവചിക്കുന്നത്, എക്സ്പേർട്ടുകൾ പ്രവചിക്കുന്നത്. നമ്മുടെ സർവേകളും എല്ലാം കാണിക്കുന്നതും ആ ഒരു കണക്കുകൾ തന്നെയാണ്. അപ്പൊ 2025 കൂടി ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ മാർക്കറ്റായി മാറും എന്നാണ് പറയുന്നത്. 2025 കൂടി കൺസ്ട്രക്ഷൻ ഔട്ട്പുട്ട്, ഇന്ത്യയിലെ കൺസ്ട്രക്ഷൻ ഔട്ട്പുട്ട് ഓരോ വർഷവും 7.1% വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസും ഈ സർവേകളുടെ ഫലങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, കൂടാതെ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ എക്കോണമിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയാണ്. എന്നാൽ 2025 കൂടി അഗ്രികൾച്ചർ ഇൻഡസ്ട്രിക്ക് തൊട്ട് താഴെയായിട്ട് ഇൻഡസ്ട്രി വരാനുള്ള ചാൻസ് ഈ സർവേകളുടെ ഫലങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഒരു കാര്യം തീർച്ചയാണ്, നമ്മുടെ വെബിനാറിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരു കാര്യം തീർച്ചപ്പെടുത്തുകയാണ്,
കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു മേഖലയാണ്. നിങ്ങളിൽ ആരും സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തതിലോ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചതിലോ യാതൊരു വിധമായിട്ടുള്ള കുറ്റബോധവും ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായി കഴിഞ്ഞു അല്ലെ? അപ്പൊ ഇനി ഏതൊക്കെയാണ് ജോബ് സെക്ടേഴ്സ്? സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു പോകുന്നവർക്ക് ജോബ് സെക്ടേഴ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ജോബുകൾ, റിസർച്ച് ഫെല്ലോ പോലുള്ളതും PhD, MTech, PhD ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാം. അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ പോകാം. അങ്ങനെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകുമ്പം ഉള്ള മാൻഡേറ്ററി ആയിട്ടുള്ളത് യു ഷുഡ് ബി അക്കാഡമിക്കലി പെർഫെക്റ്റ്. അക്കാഡമിക്കലി നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു റിസർച്ച് ഓപ്ഷൻ അവിടെ കിട്ടുന്നുള്ളൂ. അക്കാഡമിക്കൽ പെർഫെക്റ്റ് മാത്രമായാൽ പോരാ, ഒരു കാര്യം കൂടി വേണം. ഏത് ജോലിക്കായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് 100% ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും എന്നുറപ്പുള്ള ഒരു ജോലി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ഇനി നമ്മൾ ഇങ്ങോട്ട് പറയാൻ പോകുന്ന ഒരു ജോബ് റോളിന്റെയും ശമ്പളങ്ങൾ വളരെ മോശമൊന്നുമല്ല. നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പാഷന് ഏതാണോ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടം, ആ പാഷൻ ഫോളോ ചെയ്യുക, ആ ജോബ് റോൾ ഫോളോ ചെയ്യുക. അതായിരിക്കണം നിങ്ങളുടെ മൈൻഡ് സെറ്റ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ജോബുകൾ. രണ്ടാമത്, ഗവൺമെന്റ് ജോബ്സ്. ഗവൺമെന്റ് ജോബ്സിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. കഴിഞ്ഞ ഒരു 2-3 വർഷ കാലയളവിൽ നമ്മൾ കേരളത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ കേരള സർക്കാരിന്റെ കേരള PSC വഴി ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ജോബുകൾ കിട്ടിയിട്ടുള്ള എഞ്ചിനീയറിംഗ് വിഭാഗം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, മറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിനാണ് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ജോബ്സ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വേക്കൻസീസും അവർക്ക് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് ജോബ്സിൽ പോകണമെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ അക്കാഡമിക്കലി നിങ്ങൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിരിക്കണം. അതിന് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി മാൻഡേറ്ററി ആണ്. ഈ 2 കൂട്ടർക്കും ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി മാൻഡേറ്ററി ആണ്. ബാക്കി ഒന്നിനും വേണ്ട എന്നല്ല പറയുന്നത്, ഇതിന് 2നും മാൻഡേറ്ററി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് പറഞ്ഞത് കൊണ്ടൊരു കാര്യം പറയുകയാണ്. എന്താണ് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ ഒരു ഗുണം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഒരു പ്രൈവറ്റ് മേഖലകളിൽ പോകുകയാണെങ്കിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ ഗുണം എന്ന് പറയുന്നത് ആ ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു യോഗ്യത മാത്രമാണ്. നമ്മൾ കുത്തിയിരുന്ന് പഠിച്ചു, നമ്മൾ നല്ല GPA വാങ്ങിച്ചു, എല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, റിസർച്ച് ഗവൺമെന്റ് ഒഴിച്ച് ബാക്കിയുള്ള ഇൻഡസ്ട്രികളിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളുണ്ടാവുന്നത്. ഓക്കെ, അപ്പം അതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് പിന്നീട് വരാം. മൂന്നാമത്തെ പോയിന്റ്, പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി. സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്തുള്ള പ്രൊഡക്ഷൻ ഇൻഡസ്ട്രികളിൽ ധാരാളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി ഇൻ ദ സെൻസ് മെഷീനറീസ് ആവാം, മെഷീനറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മെഷീനറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ റെഡിമിക്സ് പ്ലാന്റുകൾ പോലുള്ള സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ജോബിനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടങ്ങളിലൊക്കെ കൂടുതൽ ഇപ്പം റെഡിമിക്സ് പ്ലാന്റ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവർ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് ക്വാളിറ്റി ടെസ്റ്റിംഗ് നല്ലപോലെ അറിയാവുന്ന ആളുകളെ ആയിരിക്കണം അവിടെയൊക്കെ അവർ ചൂസ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഓക്കെ, അതാണ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി. പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി വളരുന്നതിന്റെ കൂടെ തന്നെ വളരുന്ന പാരലായിട്ട് തന്നെ പോകുന്ന ഒരു സെക്ടറാണ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്, നിങ്ങൾക്ക് ഒരു പാഷൻ ഉണ്ട്, സ്വന്തമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, സ്വന്തമായിട്ട് കുറെ പ്രോജക്റ്റുകൾ എടുത്ത് ചെയ്യണം എന്നൊക്കെയുള്ള പാഷൻ ഉണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ഇന്ന് കേരളത്തിലും ആയാലും ബാക്കി നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവരായാലും നിങ്ങൾക്ക് അറിയാവുന്നവരായാലും ഇപ്പോ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള എന്റർപ്രണേഴ്സിന്റെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ കമ്പനികളും ഒക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എന്റർപ്രണേഴ്സിന്റെ കേസ് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പം ഈ 4 പോയിന്റുകളും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.
ഫസ്റ്റ് വൺ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ളത്. റിസർച്ച് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ഫെലോ പോലുള്ള ജോബുകളുണ്ട്. പിന്നെ ഈ സിവിൽ എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ടുള്ള ഇപ്പൊ പ്രൊഡക്ഷനിൽ തന്നെ റിസർച്ച് സെക്ഷൻസ് ഉണ്ടാവാം. അവിടങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജോബ്. രണ്ടാമത്തത് ഗവൺമെന്റ് ജോബ്സ് ആണ്. ഗവൺമെന്റ് ജോബ്സിന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഒരു ഗവൺമെന്റ് ജോബ് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോകുക. ഇപ്പൊ കേരള PSC ആണെങ്കിലും UPSC ആയാലും IAS പോലത്തുള്ള എക്സാംസ് ഒക്കെ ആയാലും നിങ്ങൾ അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ആ ഗവൺമെന്റ് ജോബ്സ് നിങ്ങൾ നോക്കുക. ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സിവിൽ എഞ്ചിനീയേഴ്സിനാണ്. മൂന്നാമത്തെ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി ഞാൻ പറഞ്ഞു. നാലാമത്തത് എന്റർപ്രണർഷിപ്പ്. 5 ഏറ്റവും അധികം എഞ്ചിനീയേഴ്സ് ഇപ്പോ വർക്ക് ചെയ്യുന്നതും ഇനി അങ്ങോട്ട് ഏറ്റവും കൂടുതൽ വരാനും കൂടുതൽ വേക്കൻസികളുടെ വരാനും സാധ്യതയുള്ള ഒരു മേഖലയാണ് പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ സർവീസ് ഇൻഡസ്ട്രി. അതായത് പ്രൈവറ്റ് മേഖലയിലുള്ള കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ. അപ്പം പ്രൈവറ്റ് മേഖലയിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കാഡമിക്സ് മാത്രം പോരാ, നിങ്ങളുടെ സ്കില്ല് നല്ല പോലെ പോളിഷ് ചെയ്തിട്ട് വേണം ആ പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് നിങ്ങൾ പോകാനായിട്ട്. ഓക്കെ, കാര്യം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ജോലി തരുന്ന ഒരു എംപ്ലോയറിന് ഉള്ള എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ വർക്ക് കറക്റ്റ് കാര്യങ്ങളായിട്ട് നടക്കുക എന്നുള്ളതാണ് അയാളുടെ ചിന്ത, അല്ലെ? അപ്പം ആ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് വേണ്ടത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന മാർക്കിന്റെ അളവുകളല്ല, മറിച്ച് നിങ്ങളുടെ സ്കില്ലാണ്. ആ വർക്കുകൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് ആ എംപ്ലോയർ നോക്കിക്കാണുന്നത്. അതാണ് അവിടെ മെയിൻ ആയിട്ടുള്ളൊരു മാനദണ്ഡമാക്കി മിക്ക എംപ്ലോയേഴ്സും എടുക്കുന്നത്. അപ്പം ഈ 5 നമ്മുടെ മെയിൻ ജോബ് സെക്ടേഴ്സ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എന്റർപ്രണേഴ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ സിവിൽ എഞ്ചിനീയേഴ്സിനുള്ള ഒരു ലൈസൻസിന്റെ കാര്യം അവിടങ്ങളിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ഗവൺമെന്റ് എംപ്ലോയീസിന് ഈ ലൈസൻസ് എടുക്കാം, പക്ഷേ അവർക്കത് ഗവൺമെന്റ് ജോബ് കിട്ടുന്ന സമയത്ത് ഇത് ചെയ്യേണ്ടി വരും. അല്ലാത്തവർക്ക് ഇപ്പൊ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ഇപ്പൊ പഠിക്കുന്നവർക്കായാലും എന്റർപ്രണേഴ്സിനായാലും അവർക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അർബൻ അഫയേഴ്സ്, ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അർബൻ അഫയേഴ്സ് തരുന്ന എഞ്ചിനീയർ A ക്ലാസ് ലൈസൻസ് അപ്ലൈ ചെയ്യാനും അത് കരസ്ഥമാക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വേറൊന്നുമല്ല, അതാത് ജില്ലയിൽ അർബൻ അഫയേഴ്സിന്റെ ഓഫീസ് ഉണ്ടാവും. അവിടെ ചെന്ന് ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുക, അവര് പറയുന്ന ഡോക്യുമെന്റ്സും കാര്യങ്ങളുമായിട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ത്രൂ മെയില് ത്രൂ പോസ്റ്റ് നിങ്ങൾക്കൊരു മെമ്മോ വരുന്നതായിരിക്കും. അപ്പം ആ മെമ്മോ കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ഇന്റർവ്യൂ അവിടെ ഷെഡ്യൂൾ ചെയ്യും. ആ ഇന്റർവ്യൂവിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂവിലെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് A ക്ലാസ് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. ഈ A ക്ലാസ് ലൈസൻസിന്റെ എന്താണ് ഇതിന്റെ ആവശ്യകത എന്നുള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുതിയൊരു അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് ആധാരം എഴുത്തുകാർ ചെയ്തുകൊണ്ടിരുന്ന വാലുവേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കഴിഞ്ഞ മെയ് 1 മുതൽ എഞ്ചിനീയർ A ക്ലാസ് ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കുക, നമ്മുടെ വസ്തുക്കളുടെ ആയാലും ബിൽഡിങ്ങിന്റെ ഒക്കെ ആയാലും വാലുവേഷൻ എന്ന് പറയുന്ന കടമ്പയുണ്ടല്ലോ, ആ ഒരു സെക്ടർ ചെയ്യാനായിട്ട് പണ്ട് കാലത്തൊക്കെ ആധാരം എഴുത്തുകാരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് ഈ ടാക്സ് വെട്ടിക്കലൊക്കെ ഒരുപാട് ആയതുകൊണ്ടും കൂടിയാണ് സർക്കാർ ഇങ്ങനൊരു ഓപ്ഷനിലേക്ക് മാറിയത്. അപ്പം കഴിഞ്ഞ മെയ് 1 മുതൽ എഞ്ചിനീയർ A ക്ലാസ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ വാലുവേഷൻ നടക്കത്തുള്ളൂ. അതായത് റിയൽ എസ്റ്റേറ്റ് മേഖലയും കൺസ്ട്രക്ഷൻ മേഖലയും കൂടി ബ്ലെൻഡ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ചെയ്യുന്നത്. എഞ്ചിനീയേഴ്സുമായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് അവിടെ നടന്നത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ പറഞ്ഞത്. അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഡിഗ്രിന് ശേഷം ഈ പറഞ്ഞ ലൈസൻസിന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാലുവേഷനും പിന്നീട് അങ്ങോട്ടുള്ള ഡോക്യുമെന്റ്സ് സൂപ്പർവൈസ് ചെയ്യാനും അത് സീൽ ചെയ്യാനുമുള്ള അധികാരമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊരു ഫ്രീലാൻസ് വർക്കായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ കൂടെ ഒരു സൈഡ് ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ സൈഡ് വർക്കായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ് ഈ ലൈസൻസ് എടുത്ത് അത് വാലുവേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ലൈസൻസിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തിരുന്നാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഇതിലേക്ക് ഒന്ന് പറഞ്ഞിരുന്നാൽ മതി. ഓക്കെ,
എന്തൊക്കെയാണ് ജോബ് റോൾസ്? ജോബ് റോൾസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ഒരു ഇത്രയും ജോബ് റോൾസിലേക്ക് ആദ്യം ഒന്ന് ഞാൻ പറഞ്ഞു പോകാം, എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, സൈറ്റ് എഞ്ചിനീയർ, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനർ, മെഷർമെന്റ് ആൻഡ് കോസ്റ്റ് എഞ്ചിനീയർ, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലർ, പ്രൊജക്ട് എഞ്ചിനീയർ, സ്ട്രക്ചറൽ എഞ്ചിനീയർ, ആർക്കിടെക്ട്സ്, ക്വാളിറ്റി കൺട്രോളർ, സേഫ്റ്റി എഞ്ചിനീയേഴ്സ് ആൻഡ് പ്ലാനിംഗ് എഞ്ചിനീയേഴ്സ്. ഇത്രയും മാത്രമല്ല ഉള്ളത്, ഇത് സിവിൽ എഞ്ചിനീയറിംഗ് ജോബ് റോൾസിലുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള ജോബ് റോൾസ് ആണ് ഇവിടെ. ഇതിൽ തന്നെ ഏറ്റവും വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് സൈറ്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണ്. സൈറ്റ് എഞ്ചിനീയറിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ആ ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ചുള്ള A to Z കാര്യങ്ങൾ, അത് ടെക്നിക്കൽ ആയിക്കോട്ടെ, മാനേജ്മെന്റ് സൈഡിലുള്ളതായിക്കോട്ടെ, ഫിനാൻഷ്യൽ സൈഡിലുള്ളതായിക്കോട്ടെ, ലീഗൽ സൈഡിലുള്ളതായിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വവും ഏറ്റവും കൂടുതൽ സൂപ്പർവിഷൻ പവറും വരുന്നത് സൈറ്റ് എഞ്ചിനീയർ എന്ന ജോബ് റോളിനാണ്. അപ്പൊ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന സാധനത്തിന് ഞങ്ങൾ ഒരു ഡിഗ്രി പഠിച്ച് പാസ്സാവേണ്ട കാര്യമുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. കാര്യം നമുക്ക് അറിയാവുന്ന തന്നെ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് നിൽക്കുന്ന പലർക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കുറെ പേരുണ്ടായിരിക്കാം, ഡിഗ്രി കിട്ടാത്ത ഒരുപാട് പേരുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ പോകുന്ന ജോബ് റോള് അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ജോബ്, നിങ്ങൾക്കൊരു ജോബിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ ഇൻഡിവിജ്വൽ ടെക്നിക്കൽ അപ്ഡേഷനും ഇൻഡിവിജ്വൽ പെർഫോമ ഈസി ചെയ്യാനും വേണ്ടിയിരിക്കണം നിങ്ങളുടെ ആ ജോബ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൈറ്റ് എഞ്ചിനീയറെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ജോബ് റോളില് ഈ പറഞ്ഞ പോലെ നമുക്ക് കുറെ നാൾ ട്രെയിനി ആയിട്ട് നിന്നാലും ആ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ജോബ് റോളിൽ കയറാം. പക്ഷേ പഠിച്ചിട്ട് കയറുന്നതും പഠിക്കാണ്ട് കയറുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിക്കാണ്ട് കയറി കഴിഞ്ഞാൽ ആ കോൺട്രാക്ടിനെ സംബന്ധിച്ച് അത് വാലിഡ് ആണ്, അയാൾക്ക് ഇഷ്ടമാണ്. ഒരാൾ ട്രെയിനി ആയിട്ട് ശമ്പളം കൊടുക്കാണ്ട് നിർത്തി കഴിഞ്ഞാൽ അയാൾക്ക് അത്രത്തോളം സന്തോഷം. പക്ഷെ അവിടെ നിങ്ങളുടെ സമയമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഇനി അങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷമുള്ള ഓരോ നിമിഷവും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്, ഓരോ ദിവസവും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അപ്പം ആ ഒരു രീതിയിൽ ചിന്തിച്ച് വേണം സൈറ്റ് എഞ്ചിനീയർ എന്ന ജോബ് റോളിലേക്ക് നിങ്ങൾ പോകാനായിട്ട്. ഇനി നിങ്ങൾ തന്നെ കുറച്ച് ആർട്ട് പരമായിട്ടും ആർക്കിടെക്ചറൽ പരമായിട്ടും ഒക്കെയുള്ള കഴിവുകളുണ്ട്, അത് കൂടുതൽ പഠിക്കാനുള്ള എന്തൂസിയാസ്റ്റിക് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷനാണ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈൻ. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്. നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്കുകൾ കിട്ടാം, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മെയിൻ സ്ട്രീം ജോബ് ആയിട്ടും ഇത് കണക്കാക്കാം. അപ്പൊ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഈ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനർ ചുമ്മാ ഒരു ജോബ് റോളിന് മാത്രമായിട്ട് എടുത്ത് ചാടരുത്. നിങ്ങൾ കലാപരമായിട്ടും, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ കലാപരമായിട്ടും ആർക്കിടെക്ചറൽ പരമായിട്ടും നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാനായിട്ട് എന്തൂസിയാസ്റ്റിക് ഉണ്ടെങ്കിൽ, പെർഫെക്റ്റ് ആവണമെന്നില്ല, നിങ്ങളത് പഠിക്കാനായിട്ട് എന്തൂസിയാസ്റ്റിക് ആണെങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ അപ്ഡേഷന് നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനർ എന്ന് പറയുന്ന മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാം. മൂന്നാമത്തെ, നമുക്ക് കൺസ്ട്രക്ഷൻ രംഗത്ത് പറയുകയാണെങ്കിൽ ഒരു വൺ ഓഫ് ദ പവർഫുൾ ടൂൾ അല്ലെങ്കിൽ വൺ ഓഫ് ദ പവർഫുൾ ജോബ് റോൾ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒന്നാണ് മെഷർമെന്റ് ആൻഡ് കോസ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. എസ്റ്റിമേഷൻ ആണ് ഈ കൂട്ടരുടെ ജോലി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിന്റെ എസ്റ്റിമേഷന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഇടുന്ന ഈ എസ്റ്റിമേഷൻ കുറയാനോ കൂടാനോ പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം വരും, കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് കിട്ടും എന്നുള്ള ഉറപ്പും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എസ്റ്റിമേഷൻ എഞ്ചിനീയർ എന്ന് പറയുന്നത് വളരെ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉള്ള, വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ജോബ് റോളാണ്. ഒരുപാട് വേക്കൻസികൾ ഇപ്പം ഈ മെഷർമെന്റ് ആൻഡ് കോസ്റ്റ് എഞ്ചിനീയറിംഗ് രംഗത്ത് ഗവൺമെന്റിന്റെ തന്നെ അണ്ടർടേക്കിങ്സിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ജോബുകളിലും ഒരുപാട് വേക്കൻസീസ് മെഷർമെന്റ് ആൻഡ് കോസ്റ്റ് എഞ്ചിനീയർ അഥവാ എസ്റ്റിമേഷൻ എന്ന രംഗത്ത് വരുന്നുണ്ട്. ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലർ, ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ജോബ് റോൾ ആണ് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലർ എന്ന് പറയുന്നത്. ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് ഒറ്റ ഇതിൽ പറയുകയാണെങ്കിൽ, ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 നില കെട്ടിടമാണെങ്കിൽ അതിന്റെ MEP പരമായിട്ടുള്ള സെൻട്രലൈസ് AC
പരമായിട്ടുള്ള കാര്യങ്ങൾ, MEP പരമായിട്ടുള്ള കാര്യങ്ങൾ, ഫയർ ഫൈറ്റിംഗ് പരമായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ആർക്കിടെക്ചറൽ പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആവുന്ന, അല്ലെങ്കിൽ അതിന്റെ എല്ലാം മോഡലിങ്ങും അതിന്റെ എല്ലാം എസ്റ്റിമേഷനും എല്ലാം ചെയ്യുന്ന മോഡലർ എന്ന് പറയുന്ന ജോബ് റോൾ. അപ്പം ആദ്യത്തെ 4 ജോബ് റോൾസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 5ാമത്തത് പ്രൊജക്ട് എഞ്ചിനീയർ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് കേരളത്തിൽ കുറച്ച് കുറവാണ്. എന്നിരുന്നാലും മെട്രോ സിറ്റീസിലൊക്കെ ഈ പറഞ്ഞുള്ള കമ്പനികളിലൊക്കെ, വലിയ വലിയ കമ്പനീസിലൊക്കെ BIM എഞ്ചിനീയേഴ്സും BIM മോഡലേഴ്സിനെയൊക്കെ ഹയർ ചെയ്യാറുണ്ട്. അപ്പം അതിന്റെ വേക്കൻസികളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവാണ്. പക്ഷെ കിട്ടുന്ന ജോബ് റോൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ജോബ് റോളാണ്, നല്ല സാലറീഡ് ആയിട്ടുള്ള ജോബ് റോളും കൂടിയാണ്. ഓക്കെ, നമുക്ക് 5ാമത്തെ പോയിന്റിലേക്ക് പോകാം. പ്രൊജക്ട് എഞ്ചിനീയർ. പ്രൊജക്ട് എഞ്ചിനീയർ എന്ന ജോബ് റോള് കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നത് ഗവൺമെന്റ് അണ്ടർടേക്കിംഗ്സിന്റെ വേക്കൻസി ലിസ്റ്റിംഗിലാണ് കൂടുതലായിട്ട് നമ്മൾ പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന ആ ഒരു ജോബ് റോൾ നമ്മൾ കേൾക്കാറുള്ളത്. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, ആ ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ചുള്ള എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂലുള്ള എല്ലാ കാര്യങ്ങളും എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂലുള്ള, ഞാൻ സൈറ്റ് എഞ്ചിനീയറിംഗ് പറഞ്ഞായിരുന്നു, അതിനകത്ത് എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യങ്ങൾ മാത്രമല്ല ചെയ്യേണ്ടി വരുന്നത്, നോൺ സൈറ്റ് എഞ്ചിനീയറിൽ ചെയ്യാൻ വരും. പക്ഷെ പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് പറയുന്നത് ആ ഒരു എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂല് ആ ഒരു പ്രൊജക്ടിനെ അപ്രോച്ച് ചെയ്യുക, അതിന്റെ കാര്യങ്ങളെല്ലാം തീർക്കുക എന്നുള്ളതാണ് പ്രൊജക്ട് എഞ്ചിനീയറുടെ ജോലി എന്ന് പറയുന്നത്. പ്രൊജക്ട് എഞ്ചിനീയറും ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ വലിയ കമ്പനീസ്, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ കോൺഫിഡന്റ് ഗ്രൂപ്പോ ഉള്ള വലിയ വലിയ കമ്പനികളൊക്കെയാണ്, കോൺഫിഡന്റ് ഗ്രൂപ്പ് ഒക്കെ പോലെ ഉള്ള വലിയ കമ്പനികളൊക്കെയാണ് കൂടുതൽ, അസറ്റ് ഹോംസ്, കോൺഫിഡന്റ് ഗ്രൂപ്പ് ഒക്കെ പോലുള്ള വലിയ കമ്പനികളാണ് ഈ പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു വേക്കൻസിയിൽ വിളിക്കാറുള്ളത്. പക്ഷെ ഉള്ള ഒരു ചെറിയ ഡീമെറിറ്റ് എന്താന്ന്, നമ്മളെ സംബന്ധിച്ചുള്ള ഡീമെറിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞ വേക്കൻസി വിളിക്കുന്നതൊക്കെ മിക്കതും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ആയിരിക്കും വിളിക്കുന്നത്. അതായത് പ്രൊജക്ട് എഞ്ചിനീയർ വേക്കൻസിക്ക് എക്സ്പീരിയൻസ് മിക്ക കമ്പനീസും മാൻഡേറ്ററി ആക്കാറുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെന്ന് കയറാനായിട്ട് കുറച്ച് പാടായിരിക്കും. ഓക്കെ, 6ാമത്തെ പോയിന്റ് സ്ട്രക്ചറൽ എഞ്ചിനീയർ. ഈ സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് സെക്ടർ പോലെ, ഇപ്പൊ മെക്കാനിക്കൽ ആയാലും ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും ഒക്കെയുള്ള എഞ്ചിനീയറിംഗ് സെക്ഷനിലൊക്കെ എന്ന് പറയുന്നത് വേണ്ടിയിട്ടുള്ള ഒരു PG ആയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത്. പക്ഷെ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിന്റെ കേസിൽ അങ്ങനെയല്ല. MTech ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ചെയ്ത ഒരാൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ പോകാം. അതോടൊപ്പം തന്നെ കമ്പനികള് സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് MTech ഇൻ സ്ട്രക്ചറിൽ ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. അതും പ്രൊജക്ട് എഞ്ചിനീയർ പോലെ തന്നെ വലിയ വലിയ കമ്പനീസ് ആണ് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത്. കാര്യം വലിയ പ്രോജക്റ്റുകൾ വരുന്നിടത്ത് മാത്രമാണ് ഈ സ്ട്രക്ചറൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ആളുടെ ആവശ്യം വരുന്നുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഈ വലിയ വലിയ കമ്പനീസ് എല്ലാം ഈ പറഞ്ഞ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിനെയും പ്രൊജക്ട് എഞ്ചിനീയേഴ്സിനെയും ഹയർ ചെയ്യാറുണ്ട്. സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിന്റെ ഇപ്പോഴത്തെ ഒരു വലിയ എന്താ പറയാ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്. പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ടെയ്നർ ഹൗസുകൾ, അതുപോലെ തന്നെ ഈ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പം ചൈനയിലൊക്കെ തന്നെയാണെങ്കിലും കൊറോണ വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റൽ അവര് ബിൽഡ് ചെയ്തു. അപ്പം അതൊക്കെ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് ആയിട്ട് കൂടുതൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ അകത്തൊക്കെ ഈ പറഞ്ഞ എന്താ പറയാ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിന്റെ ആവശ്യം ഒരുപാട് വരുന്നുണ്ട്. നമ്മുടെ ആർമി ഇതേപോലെ കുറച്ച് പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ വളരെ പെട്ടെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഉള്ള കേസുകളിലൊക്കെ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖലയാണ്. ഓക്കെ, അടുത്ത ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ആർക്കിടെക്ചറൽ ആസ്പെക്റ്റുകളിലേക്ക് പോവുക, അല്ലെ ആർക്കിടെക്റ്റ് ആയിട്ട് പോവാന്നുള്ളത്. അതിന് സിവിൽ എഞ്ചിനീയേഴ്സിനെക്കാട്ടും കൂടുതൽ അവർ വെയിറ്റേജ് കൊടുക്കുന്നത് ആർക്കിടെക്ട്സിന് തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് യു ആർ എൻട്രിക് ഇൻ ഇന്റീരിയർ ഡിസൈനിങ്, ആർട്ട് ആൻഡ് ആർക്കിടെക്ചറൽ പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ആർക്കിടെക്ട് എന്ന് പറയുന്ന ജോബ് റോളിൽ കയറി പറ്റാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാനും പറ്റും. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അത് വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ, വളരെ ചെറിയ ശതമാനം മാത്രമേ നടക്കൂ. കൂടുതൽ വെയിറ്റേജ് ആർക്കിടെക്ചറുകാർക്കാണ് തന്നെ. അടുത്ത ജോബ് റോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോളർ എന്നതാണ്. ക്വാളിറ്റി കൺട്രോൾ ഞാൻ നേരത്തെ പറഞ്ഞു, റെഡിമിക്സ് പ്ലാന്റുകൾ
അതുപോലെ തന്നെ സിവിൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനികൾ, ഇങ്ങനത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സാധനം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പം മാനുഫാക്ചർ ചെയ്യുന്നിടത്തും ടെസ്റ്റിങ്ങിന്റെ ആവശ്യമുണ്ട്. അതേസമയം തന്നെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നിടത്തും വരുന്ന മണ്ണായാലും, ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോവാണ്, അവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്യണം, പിന്നെ വരുന്ന ബാക്കിയുള്ള റോ മെറ്റീരിയൽസ് ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെയൊക്കെ ടെസ്റ്റിങ്ങും അതിന്റെയൊക്കെ ക്വാളിറ്റി സർട്ടിഫൈ ചെയ്യേണ്ട ജോലിയാണ് ക്വാളിറ്റി കൺട്രോളർ എന്ന് പറയുന്ന ആൾക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വാളിറ്റി കൺട്രോളർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ റോ മെറ്റീരിയൽസിന്റെ ഇംപ്രൂവ്മെന്റിനനുസരിച്ചിട്ട് തന്നെ പോകുന്ന ഒന്നാണ് ക്വാളിറ്റി കൺട്രോളർ എന്ന് പറയുന്ന കാര്യം. അടുത്തത് സേഫ്റ്റി എഞ്ചിനീയർ എന്ന് പറയുന്ന ജോബ് റോളാണ്. സേഫ്റ്റി എഞ്ചിനീയർ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സിവിൽ എഞ്ചിനീയറിംഗ് ജോബ്. ഏത് എഞ്ചിനീയറിംഗ് ഹോൾഡേഴ്സിനും കയറി പറ്റാവുന്ന ഒരു ജോബ് റോളാണ് സേഫ്റ്റി എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഒക്യുപേഷണൽ സേഫ്റ്റി, നമ്മുടെ ജോലി സ്ഥലത്തെ സേഫ്റ്റി കാര്യങ്ങളൊക്കെയാണ് സേഫ്റ്റി എഞ്ചിനീയേഴ്സ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പം അതായിരിക്കും അവർക്ക് കൂടുതലായിട്ട് വരുന്ന ജോബ് റോൾസ്. കൂടാണ്ട് കൺസ്ട്രക്ഷണൽ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. കൺസ്ട്രക്ഷണൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന്റെയും സൂപ്പർവൈസേഴ്സിന്റെയും എല്ലാവരുടെയും സേഫ്റ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സേഫ്റ്റി എഞ്ചിനീയർ ഇൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ഇപ്പം ഒരു ലേബർ, അയാൾ ഒരു 11ാം നിലയിൽ വർക്ക് ചെയ്യാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇയാൾ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് പാലിക്കണം എന്നുള്ളതിന്റെ ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രൂപരേഖ കൊടുക്കേണ്ടത് സേഫ്റ്റി എഞ്ചിനീയർ എന്ന് പറഞ്ഞതാണ്. അപ്പം വീണ്ടും പറയാണ്, പ്രൊജക്ട് എഞ്ചിനീയറും സ്ട്രക്ചറൽ എഞ്ചിനീയറും പോലെ തന്നെ സേഫ്റ്റി എഞ്ചിനീയറും ഈ പറഞ്ഞ പോലെ വലിയ വലിയ കമ്പനീസ് മാത്രമേ ഹയർ ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഒരു ആവറേജ് ലെവലിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനികളൊന്നും സേഫ്റ്റി എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്ക് മാത്രം ആളെ എടുത്ത് വെക്കില്ല. ഓക്കെ, ഏറ്റവും അവസാനത്തെ ഈ ഒരു ലിസ്റ്റിംഗിൽ ഏറ്റവും അവസ്ഥയുള്ളതാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് എഞ്ചിനീയർ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖലയാണ് പ്ലാനിംഗ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചെറിയ വീടുകളൊക്കെ ആണെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? ഇന്ന് കാശുണ്ടെങ്കിലും നാളെ പണി ചെയ്യും അല്ലെ. അപ്പം പക്ഷെ ഒരു വലിയ പ്രൊജക്ടിനെ സംബന്ധിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ നമുക്ക് വിചാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. മിക്ക ഈ ചെറിയ കൺസ്ട്രക്ഷൻ കമ്പനികളും പൊട്ടിപ്പാളീസ് ആവുന്നതും അവരുടെ പ്രൊജക്ടുകളിൽ ഒരുപാട് എന്താ പറയാ മിസ്മാച്ചുകൾ വരുന്നതും ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഒക്കെ വരുന്നതും ഈ പറഞ്ഞ പ്ലാനിങ്ങിലുള്ള കുറവ് കാരണമാണ് അല്ലെ. ഈ പ്ലാനിങ്ങിലുള്ള കുറവുകളാണ് കൂടുതലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും അങ്ങനത്തെ ഉള്ള കൺസ്ട്രക്ഷൻ കമ്പനികളെയൊക്കെ നയിക്കുന്നത് ആ ഒരു കാര്യമാണ്. അപ്പം പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. എന്തൊക്കെ ഇപ്പൊ സബ്സ്ട്രക്ചേഴ്സ് നമ്മൾ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ലേബേഴ്സിനെ ഇട്ട് ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ലിമിറ്റിനുള്ളിൽ നമ്മൾ ചെയ്തു തീർക്കും എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. അത് ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, റോ മെറ്റീരിയൽസിന്റെ എത്തുന്നത് എങ്ങനെയാണ്, അതിന്റെ എത്രത്തോളം ക്വാണ്ടിറ്റി നമ്മൾ സ്റ്റോർ ചെയ്യണം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ആ പ്ലാനിങ് എന്ന് പറയുന്ന സെക്ടറിലാണ് വരുന്നത്. അതേപോലെ സൂപ്പർ സ്ട്രക്ചറിലേക്ക് പോവുകയാണെങ്കിൽ അവിടങ്ങളിൽ ഓരോരോ ഫേസും എത്ര ടൈം ലിമിറ്റിനുള്ളിൽ തീർക്കണം എന്നുള്ളതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പ്ലാനിങ് എഞ്ചിനീയേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ WBS എന്ന് പറയുന്ന സംഭവം, WBS എന്ന് വെച്ച് കഴിഞ്ഞാല് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ പ്രോജക്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ ഫേസുകളാക്കി മാറ്റി പ്ലാൻ ചെയ്യുന്നതിനെയാണ് WBS സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്, വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചേഴ്സ്. ഇതിന്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില ഗവൺമെന്റ് വർക്കുകൾക്കൊക്കെ, ചില ഗവൺമെന്റ് അല്ല ഓൾമോസ്റ്റ് എല്ലാ ഗവൺമെന്റ് വർക്കുകൾക്കും ഈ ബില്ല് സാങ്ഷൻ ചെയ്യുന്ന പാർട്ടുള്ള ബില്ലുണ്ട്, പാർട്ട് ബില്ല് എന്ന് പറയും. ആ പാർട്ട് ബില്ലുകൾ സാങ്ഷൻ ചെയ്യുന്നത് ഈ WBS നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടിരിക്കും പാർട്ട് ബില്ലുകൾ അവര് സാങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ WBS എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്ലാനിംഗ് എഞ്ചിനീയേഴ്സിന്റെ ജോലിയാണ്. അവരുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ജോലി അതാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം ഈ പ്ലാനിംഗ് എഞ്ചിനീയേഴ്സിന്റെ പോരായ്മ കാരണമാണ് ഈ പറഞ്ഞ പല പ്രൊജക്ടുകളും പകുതിക്ക് വെച്ച് നിന്ന് പോകാനും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവുന്നതും ലേബർ കോൺട്രഡിക്ഷൻസ് ഉണ്ടാവുന്നതും എല്ലാം ഈ പറഞ്ഞ പ്ലാനിങ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ലാക്നെസ് കൊണ്ടാണ്. ഓക്കെ, നമ്മൾ അടുത്ത ഒരു പോയിന്റിലേക്ക് വരികയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു പ്രൈവറ്റ് മേഖലയിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജോബ് കിട്ടാനുള്ള ചാൻസ് എന്ന്. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് വേക്കൻസീസ് ഉള്ളതും പ്രൈവറ്റ് മേഖലയിലാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ജോബ് തരുന്ന ഒരാള്
അയാൾക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും. അയാൾ ഹയർ ചെയ്യുന്ന എംപ്ലോയിയുടെ നിന്ന് അയാൾക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും. അയാൾ ഇന്ന കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തനായിരിക്കണം, ഇന്ന ജോലികൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു എംപ്ലോയറിന് അയാളുടെ എംപ്ലോയിയിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും. അപ്പം എന്തൊക്കെയാണ് ഒരു എഞ്ചിനീയറിൽ നിന്ന് എംപ്ലോയേഴ്സ് നമുക്ക് ജോലി തരുന്ന എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സംഭവം സൗണ്ട് പ്രാക്ടിക്കൽ നോളജ്. നല്ല രീതിയിലുള്ള പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു തിയററ്റിക്കൽ നോളജ് മാത്രമായിട്ട് നമുക്ക് അത് 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. തിയററ്റിക്കൽ കാര്യങ്ങൾ മാത്രം കൊണ്ട് നമുക്ക് സൈറ്റിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. എനിക്ക് തിയറി അറിയാം, തിയറി എല്ലാം ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞ് മാത്രം പ്രാക്ടിക്കൽ ഇതിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും. പല കാര്യങ്ങളിലും കോൺട്രഡിക്ഷൻസ് ഉൾപ്പെടെ ഉണ്ടാവാറുണ്ട് പ്രാക്ടിക്കൽ സൈഡും തിയററ്റിക്കൽ സൈഡും തമ്മിൽ. അപ്പം ഒരു എംപ്ലോയറിനെ സംബന്ധിച്ച് അയാളുടെ വർക്ക് സുഗമമായിട്ട് പോവുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും എക്കണോമിക് ആയിട്ടുള്ള രീതിയിൽ അയാളുടെ വർക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും അയാളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അയാൾ ഹയർ ചെയ്യുന്ന ഓരോ എംപ്ലോയേഴ്സിനും, ഓരോ എഞ്ചിനീയേഴ്സിനും പ്രാക്ടിക്കൽ നോളജ് നല്ലപോലെ ഉണ്ടാവണം എന്നുള്ളത് അയാളുടെ എക്സ്പെക്ടേഷൻ ആയിരിക്കും. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം, അത്തരം പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് വർക്ക് സൈറ്റുകളെ കുറിച്ചിട്ടുള്ള നല്ല അറിവുണ്ടായിരിക്കണം. ഓരോ വർക്ക് സൈറ്റുകളിൽ മിക്ക വർക്ക് സൈറ്റുകളും വിഭിന്നമായിരിക്കും. ഒരിടത്ത് പോലെ തന്നെ ആയിരിക്കില്ല അടുത്ത വർക്ക് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറെന്റ് വർക്ക് സൈറ്റിലുള്ള എക്സ്പോഷർ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. മൂന്നാമത്തെ കാര്യം, കൺസ്ട്രക്ഷൻ മേഖലയിൽ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണോ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ആ സോഫ്റ്റ്വെയർസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4ാമത്തെ വർഷം പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുന്ന കുറച്ച് കൺവെൻഷണൽ സോഫ്റ്റ്വെയർസ് മാത്രമല്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു 2D ഡ്രാഫ്റ്റിംഗ് ചെയ്യണമെങ്കിൽ ഓട്ടോകാഡ് മതി. ഈ ഡ്രാഫ്റ്റിംഗ് ലീഗലൈസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കോർപ്പറേഷന്, മുനിസിപ്പാലിറ്റി പോലുള്ള അതോറിറ്റീസ് ഡിമാൻഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ ഇട്ടും കൂടി ചെയ്ത് മാത്രമേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. സങ്കേതമൊക്കെ പോലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. അപ്പം അതുപോലുള്ള സോഫ്റ്റ്വെയറുകളുടെ നോളജും ഒരു എംപ്ലോയർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലീഗൽ ആസ്പെക്റ്റ് ആണ്. ഒരു പ്രൊജക്ട് നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന അയാൾക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കാതിരിക്കുക, അല്ലെങ്കിൽ അയാളുടെ പ്രൊജക്ട് ഏറ്റവും 100% എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലീഗൽ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, മരട് ഫ്ലാറ്റിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. അപ്പം അത് വേറെ ഇഷ്യൂ ആണ്. എന്നിരുന്നാലും ആ ഒരു ഇതെടുത്ത് നമുക്ക് പറയാം. അപ്പം ലീഗൽ കാര്യങ്ങൾ നോക്കി ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കാണ്ട് ലീഗൽ നോക്കി ചെയ്ത് ഫ്ലാറ്റ് ഇന്നും അവിടെ തന്നെ ഉണ്ടായിരുന്നേനെ. അപ്പം അതുപോലുള്ള ലീഗാലിറ്റീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ച്. അപ്പം അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ പ്രൊജക്ടിന്റെ ഉത്തരവാദിത്തമുള്ള എഞ്ചിനീയർക്ക് അതിന്റെ എല്ലാ ലീഗൽ ആസ്പെക്ട് അറിഞ്ഞിരിക്കണം. ഫ്രം ദ ബേസ് അത് അറിഞ്ഞിരിക്കണം. കാര്യം ഒരു 2D ഡ്രാഫ്റ്റിംഗ് വരയ്ക്കണമെങ്കിൽ തന്നെ ലീഗൽ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം വരയ്ക്കാൻ. അപ്പം ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു വീടിന്റെ പ്രൊജക്ട്, അതിന്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ മറ്റ് ചുറ്റുമതിലിൽ നിന്ന് എത്ര വിട്ട് വേണം കെട്ടേണ്ടത്, അല്ലെങ്കിൽ റോഡിൽ നിന്ന് എത്ര മാറി കെട്ടണം എന്നുള്ളതിനെല്ലാം നമുക്ക് റൂൾസ് ഉണ്ട്. അപ്പം ആ റൂൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഒരു 2D ഡ്രാഫ്റ്റിംഗ് വരയ്ക്കാൻ. അല്ലാതെ എനിക്ക് എന്ന് പറഞ്ഞ് മാത്രം ഞാൻ എടുത്തു വെച്ച് വരച്ചു തുടങ്ങി കഴിഞ്ഞാൽ അത് ലീഗലി വയബിൾ ആവണമെന്ന് നിർബന്ധമില്ല, ലീഗലി വാലിഡ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം ലീഗൽ ആസ്പെക്ട് നല്ല പോലെ അറിഞ്ഞിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് സേഫ്റ്റി കോൺഷ്യസ്. ആ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയേഴ്സിന്റെയും സേഫ്റ്റി ഉത്തരവാദിത്തം അയാളുടെ എംപ്ലോയർക്ക് ഉണ്ട്. ആ എംപ്ലോയറുടെ ആ ഉത്തരവാദിത്തം അയാളുടെ എഞ്ചിനീയറിലേക്കാണ് അയാൾ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുക അല്ലെ. അപ്പം സേഫ്റ്റി കോൺഷ്യസ് ആയിരിക്കുക. നിങ്ങളുടെ വർക്കേഴ്സിനെ കൊണ്ട്, നിങ്ങൾ എഞ്ചിനീയറിംഗ് ലെവലിലുള്ളവരാണ്, നിങ്ങളുടെ താഴെയുള്ള നിങ്ങളുടെ സബോർഡിനേറ്റ്സിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ ബി സേഫ്റ്റി കോൺഷ്യസ്. അടുത്ത പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ഡ്രാഫ്റ്റിംഗ് ആൻഡ് ഡിസൈൻ പ്രൊഫിഷ്യൻസി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2D ഡ്രാഫ്റ്റിംഗ് മുതൽ 3D മോഡലിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വരയ്ക്കാനും, ഞാൻ നേരത്തെ പറഞ്ഞ ലീഗൽ കാര്യങ്ങളും ബാക്കി എല്ലാ ആസ്പെക്റ്റുകളും നോക്കി ഒരു പെർഫെക്റ്റ് പ്ലാനും ലീഗലി വയബിൾ ആയിട്ടുള്ള, വിഷ്വലി വയബിൾ ആയിട്ടുള്ള, വിഷ്വലി പ്ലീസിംഗ് ആയിട്ടുള്ള
മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക, ഡ്രാഫ്റ്റിംഗ് നടത്തുക എന്നുള്ളതൊക്കെ ഒരു എഞ്ചിനീയറിന്റെ ജോലിയും കൂടിയായിട്ട് വരുന്നുണ്ട്. അപ്പം അതൊക്കെ അറിയാവുന്ന ആളും കൂടെയൊക്കെ ആണെങ്കിൽ എംപ്ലോയേഴ്സ് കുറച്ചും കൂടി ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലേബർ ഫിനാൻസ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. ലേബർ ആൻഡ് ഫിനാൻസ് മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ മാനേജ്മെന്റ് ഭാരിച്ച ജോലി ലേബർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രൊജക്ടിന്റെ സ്ഥലത്ത് യാതൊരുവിധമായിട്ടുള്ള ലേബർ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാണ്ട്, ലേബറിന്റെ സപ്ലൈക്കും ഒന്നും ഒരു മുടക്കവും വരാണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാനേജ്മെന്റ് വൈദഗ്ധ്യം എഞ്ചിനീയറിന് ഉണ്ടായാൽ എംപ്ലോയർ വിൽ ബി ഹാപ്പി. അതുപോലെ തന്നെയാണ് ഫിനാൻസ് മാനേജ്മെന്റ്. എംപ്ലോയറിന്റെ കയ്യിൽ കാശുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ കാശും എടുത്ത് അയാളുടെ പ്രൊജക്ട് എഞ്ചിനീയർ അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ എല്ലാ ചെലവാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആ എംപ്ലോയറിന് നാളെ നഷ്ടത്തിൽ ഭവിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള രീതിയിൽ അതേസമയം ക്വാളിറ്റി ഒരു കുറവും വരുത്തരുത്. അത് നിങ്ങൾ എത്തിക്കലി മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ക്വാളിറ്റിക്ക് ഒരു കുറവും വരുത്തിയിട്ടുള്ള ഒരു പ്രൊജക്ട് പോലും നിങ്ങൾ ചെയ്യില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ജോബിന് കയറുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ എത്തിക്സ് ആയിട്ട് നിങ്ങളെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുക. യാതൊരുവിധ പ്രലോഭനങ്ങൾക്കും വീഴേണ്ട ക്വാളിറ്റി ഓറിയന്റഡ് ആയിട്ട് തന്നെ പ്രൊജക്റ്റുകളെല്ലാം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഫിനാൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എക്കണോമിക്കലായിട്ട് ഒരു പ്രൊജക്ട് എംപ്ലോയർക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കുക. മെഷീനറീസിനെ കുറിച്ചിട്ടുള്ള സൗണ്ട് നോളജ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന പലതരം മെഷീനുകളുണ്ട്. അപ്പൊ അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള സൗണ്ട് നോളജ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ പ്രൊജക്ട് മാനേജ്മെന്റ് കേപ്പബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പ്ലാനിങ് പോലുള്ള കാര്യങ്ങളിലുള്ള ആവശ്യകത എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ആ പ്രൊജക്ട് മാനേജ്മെന്റ് കേപ്പബിലിറ്റി ഒക്കെ ഒരു എഞ്ചിനീയറിൽ നിന്ന് എംപ്ലോയീസ് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാവുന്നതാണ് മാർക്കറ്റ് കോൺഷ്യസ്. മാർക്കറ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ എസ്റ്റിമേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റൂ. ഏത് ബ്രാൻഡുകൾ അതിന് എക്കണോമിക്കലായിട്ട് ആ ഒരു പ്രൊജക്ടിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഏതൊക്കെ ബ്രാൻഡാണ് ക്വാളിറ്റി ഓറിയന്റഡ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ക്വാളിറ്റി ഓറിയന്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് അവൈലബിൾ എന്നുള്ളതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ, വർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ മാർക്കറ്റ് വളരെയധികം ഇൻഫ്ലുവൻസ് ഒരു പ്രൊജക്റ്റിൽ വരുത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പം ഞാനൊരു കാര്യം പറയാണ്, ഒരു ചെറിയ എക്സാമ്പിൾ പറയാണ്. ഞാനൊരു 3-4 മാസം കഴിഞ്ഞിട്ട് കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ്, അതിന് ഞാൻ ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. 4 മാസം കഴിഞ്ഞിട്ട് ആ മണ്ണിനും പാറയ്ക്കും ഒക്കെ എന്ത് റേറ്റ് ആണെന്നുള്ളത് എനിക്ക് അറിയാണ്ട് ഞാൻ ഇന്നത്തെ റേറ്റ് ഒരു കടയിൽ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഗാംബ്ലിംഗ് ആയിട്ട് വേണമെങ്കിൽ മാറാം. ചിലപ്പോൾ റേറ്റ് കൂടാൻ, ചിലപ്പോൾ റേറ്റ് കുറയാം. അപ്പം മാർക്കറ്റിനെ കുറിച്ച് നല്ല പോലെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരു പെർഫെക്റ്റ് എസ്റ്റിമേറ്റ് നമുക്ക് ഏത് സമയത്തായാലും ഇട്ട് കൊടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ 4 മാസം കഴിഞ്ഞ്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തിരിച്ചു വരികയാണ്. 4 മാസം കഴിഞ്ഞ് എനിക്ക് വീണ്ടും ഇതുപോലെ ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാറയുടെ അവൈലബിലിറ്റി 4 മാസം കഴിഞ്ഞ് ഇല്ല എന്ന് ഞാൻ ഫോർകാസ്റ്റ് ചെയ്യുവാണെങ്കിൽ, ഹലോ ആരോ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ പാറയുടെ അവൈലബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കോളംസ് കൂട്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് ചിലപ്പോൾ ഞാൻ പോകേണ്ടി വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം, ഈ പറഞ്ഞ മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ എസ്റ്റിമേഷനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ പ്രൊജക്ട് മാനേജ്മെന്റിനെ ബാധിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഈവൻ ഡ്രാഫ്റ്റിങ്ങിനെ വരെ ബാധിക്കുന്നുണ്ട്, ഡ്രാഫ്റ്റിങ്ങിന്റെയും മോഡലിങ്ങിനെയും വരെ ബാധിക്കുന്നുണ്ട്. അപ്പൊ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. ഇത്രയും പോയിന്റ്സിൽ നിങ്ങൾ പക്കയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു എഞ്ചിനീയർ ആണ്, നല്ലൊരു സിവിൽ എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ നല്ലൊരു സൈറ്റ് എഞ്ചിനീയർ, ഒരു സൂപ്പർവൈസർ എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ എംപ്ലോയർ ഹാപ്പി ആയിരിക്കും. എപ്പോഴും വേണ്ട എന്താ ചെയ്യിക്കുക. ആ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് നിങ്ങളുടെ അക്കാഡമിക്സ് മാത്രം പോരായിരിക്കും. മറിച്ച് നിങ്ങൾക്ക് അക്കാഡമിക്സിന് പുറത്ത് പ്രാക്ടിക്കലി എന്തൊക്കെ അറിയാം എന്നുള്ളതും കൂടി അവിടെ ഒരു വലിയ ഫാക്ടർ. ആ ഒരു ക്രൈറ്റീരിയയില് ഈ പറഞ്ഞ
ഇത്രയും പോയിന്റുകൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഈ പോയിന്റുകൾ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് എംപ്ലോയർ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു പെർഫെക്റ്റ് എഞ്ചിനീയർ ആയിട്ട്, പെർഫെക്റ്റ് സിവിൽ എഞ്ചിനീയർ ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞതിൽ ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്പം ആർക്കൈറ്റിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ആർക്കൈറ്റിന്റെ തന്നെ ഏറ്റവും ഞങ്ങള് 2 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിപ്ലോമ ഇൻ സർട്ടിഫൈഡ് കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയർ. സർട്ടിഫൈഡ് കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആസ് എ സൈറ്റ് എഞ്ചിനീയർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം, അല്ലെ? നിങ്ങൾക്ക് ഡ്രാഫ്റ്റിംഗ് അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് ഡിസൈനിങ് അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് എസ്റ്റിമേഷൻ അറിഞ്ഞിരിക്കണം, വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, മാനേജ്മെന്റ് സൈഡിലുള്ള പ്രൊജക്ട് മാനേജ്മെന്റ്, ലേബർ മാനേജ്മെന്റ്, പ്ലാനിങ്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ആർക്കിടെക്ചറൽ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് സ്ട്രക്ചറൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് ക്വാളിറ്റി കൺട്രോളിംഗ് പരമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, സേഫ്റ്റി പരമായിട്ടുള്ള ഇത് കൂടി ഒരു പെർഫെക്റ്റ് സൈറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മളത് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബിടെക് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ നോർമലി ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയർസ് മാത്രം പഠിക്കുക, എവിടെയെങ്കിലും ട്രെയിനി ആയിട്ട് കയറുക, അങ്ങനെ കുറെ നാൾ, ഒരു 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷം ഞാൻ കണ്ടിട്ടുള്ള, അപ്പം നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ ഉൾപ്പെടെ അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ അത്രയും വർഷങ്ങൾ നിങ്ങളുടെ അത് വേസ്റ്റ് ആവുകയാണ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ശരിക്കും എംപ്ലോയർ ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ ഫോർമുലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് സർട്ടിഫൈഡ് കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയർ എന്ന പ്രോഗ്രാം. ഇത് പക്ക പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു സോഫ്റ്റ്വെയർ പാർട്ട് വരികയാണെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ പ്രൊഫഷണലി യൂസ് ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയർസും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. പ്രൊജക്ട് ബേസ് ആണ് കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കുന്നത്. ഇതൊരു പ്രീമിയം കോഴ്സ് ആയിട്ട് വേണമെങ്കിൽ പറയാവുന്ന കോഴ്സാണ്. ഇത് നമുക്ക് ബാക്കി കോഴ്സുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രീമിയം കോഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, അപ്പം കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഞങ്ങൾ കൂടുതലും ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് പ്രാക്ടിക്കൽ സെഷൻസ് ആണ്. ഒരു വസ്തു അളക്കണം. വസ്തു അളക്കുന്നതിന് നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോട്ടൽ സ്റ്റേഷനോ കാര്യങ്ങളോ കൊണ്ടായിരിക്കില്ല നമ്മൾ ചെറിയ ചെറിയ വസ്തുക്കളായാലും വലിയ വസ്തുക്കളൊക്കെ ആയാലും അളക്കുന്നത്. നമ്മൾ 50 മീറ്ററിന്റെ 100 മീറ്ററിന്റെ ടേപ്പ് വെച്ച് എങ്ങനെ ഇത് അളക്കാൻ പറ്റും, എങ്ങനെ അതിന്റെ സെറ്റിംഗ് ഔട്ട് നടത്താൻ പറ്റും എന്നുള്ളതിനെയൊക്കെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പം അത് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയർ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്, കുട്ടികളെ സൈറ്റ് കാണിക്കും, ഒരു കാലിപ്പുരയിടം കാണിക്കും. ഒരു സൈറ്റിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ ഇൻഫർ ചെയ്യേണ്ടത് അതെല്ലാം ഞങ്ങൾ ആദ്യം അവിടെ പഠിപ്പിക്കും. എന്നിട്ട് അതിന്റെ അളവെടുക്കുന്നതും അതിന്റെ മെഷർമെന്റും ബാക്കി സംഭവങ്ങളൊക്കെ എടുക്കുന്നതും അതിന്റെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇതിന്റെ കന്നിമൂല എവിടെ ആയിരിക്കണം, ഇതിന്റെ കിണറിന്റെ സ്ഥാനം എവിടെ ആയിരിക്കണം, ഇതിന്റെ എൻട്രി എവിടെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളും ലീഗലി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സൈറ്റിൽ നിന്ന് ഇൻഫർ ചെയ്തുകൊണ്ട് വരും. ഈ സൈറ്റ് ഇൻഫർ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവന് സോഫ്റ്റ്വെയർ പഠിക്കാം. ഓട്ടോകാഡ് പഠിച്ചിട്ട് ഇവന് ആ സൈറ്റ് ഇൻഫർ ചെയ്യാനുള്ള അറിവും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇവന് സ്വന്തമായിട്ട് ഒരു 2D പ്ലാൻ വരയ്ക്കാൻ പറ്റും, അല്ലെ? ആ പ്ലാൻ വരച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ലീഗൽ കാര്യങ്ങളും വാസ്തുപരമുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. ആ പ്ലാനും കൂടി വരച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് വരുന്ന 3D മോഡലിംഗ് ആണ്. 3D മോഡലിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു കൺസ്ട്രക്ഷൻ സ്ട്രക്ചർ എന്ന് പറയുന്ന സംഭവം സ്ട്രക്ചറലി വയബിൾ ആയിരിക്കണം, അതേപോലെ തന്നെ വിഷ്വലി പ്ലീസിംഗും ആയിരിക്കണം. വിഷ്വലി പ്ലീസിംഗ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. നമ്മളൊരു സിവിൽ എഞ്ചിനീയറും ഒരു ആർക്കിടെക്റ്റും വെക്കുന്ന വീടുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും ലുക്ക് കൂടുതൽ വരുന്നത് ആർക്കായിരിക്കും? ആർക്കിടെക്ട്സിന് തന്നെ ആയിരിക്കും. ആർക്കിടെക്ചേഴ്സ് വെക്കുന്ന വീടിന് തന്നെ ആയിരിക്കും കൂടുതൽ പ്ലീസിംഗ് ആയിട്ടുള്ള ഇത് വരിക. അവരെ കൂടുതലും സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങളും വായു സഞ്ചാരം, വെളിച്ചം എന്നുള്ള കാര്യത്തിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കണ്ടംപററി സ്റ്റൈല് ഒക്കെ വന്നതും ഇപ്പം സോകോൾഡ് കണ്ടംപററി സ്റ്റൈൽസ് ഒക്കെ വന്നതും ശരിക്കും പറഞ്ഞാൽ ആർക്കിടെക്ട്സിൽ നിന്നാണ് ആ പറഞ്ഞ സ്റ്റൈലുകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതേപോലെ ഒരുപാട് പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ ആർക്കിടെക്ട്സ് ഡെലിവർ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ക്ലയന്റിന് ഒറ്റ കാര്യമേ ഉള്ളൂ, അയാൾക്ക് ഇത് സിവിൽ എഞ്ചിനീയർ ആണോ അല്ലെങ്കിൽ ആർക്കിടെക്ട് ആണോ എന്നൊന്നും അറിയണ്ട. അയാളുടെ വർക്ക് നല്ലതായിരിക്കണം, വിഷ്വലി പ്ലീസിംഗ് ആയിരിക്കണം, ഷുഡ് ബി ഇന്നോവേറ്റീവ് ആൻഡ് എക്കണോമിക്കൽ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്.
അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ആർക്കിടെക്ചറൽ കാര്യങ്ങളും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആസ്പെക്റ്റും കൂടി നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇട്ട് ആ പ്രൊജക്ട് ബേസിംഗ് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ ആർക്കിടെക്ചറൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആർക്കിടെക്ചറിൽ നമ്മളൊരു മോഡൽ ചെയ്താലും ഇത് സ്ട്രക്ചറലി വയബിൾ ആവണം. സ്ട്രക്ചറലി വയബിൾ ആവണമെങ്കിൽ സ്ട്രക്ചറലിന്റെ ബേസിക്സ് നിങ്ങൾ ആസ്പെക്ട്സ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇമ്പാർട്ട് ചെയ്യുക നിങ്ങളുടെ ഉള്ളിലേക്ക്. ഇപ്പോഴേ മനസ്സിൽ വെച്ചേക്കുക, നമ്മൾ പഠിച്ച ബിടെക് ഡിഗ്രി മാത്രം പോരാ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇനി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം തന്നെ നിങ്ങളൊരു ഗവൺമെന്റ് ഗവൺമെന്റ് കോൺട്രാക്ടർ അടുത്താണ് നിങ്ങൾ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നതെങ്കിൽ അയാളുടെ ടെൻഡറുകൾ നമുക്ക് അത് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ടെൻഡർ അനലൈസ് ചെയ്ത് ആരെങ്കിലും ഇതുവരെ ടെൻഡർ അനലൈസ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഈ ടെൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ സൈറ്റ് intenders.gov.in എന്ന് പറഞ്ഞൊക്കെ സൈറ്റ് ഉണ്ട്. സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടെൻഡേഴ്സ് കാണാൻ പറ്റും. ആ ടെൻഡേഴ്സ് അതിന്റെ BOQ ഒക്കെ അനലൈസ് ചെയ്യുക, എങ്ങനെ ഒരു ടെൻഡർ പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. അപ്പം അങ്ങനത്തുള്ള ലീഗൽ കാര്യങ്ങളും ടെൻഡർ പരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ ആ ഒരു വർക്കിന് നിങ്ങളുടെ ക്ലയന്റിന് ഫിനാൻസ് ആവശ്യമുണ്ട്, അതിനും നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം എന്തൊക്കെയാണ് ഫിനാൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾ അതിൻ്റെ അകത്ത് നോക്കി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അറിയുന്ന സംഭവങ്ങൾ അവർക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ക്ലയന്റിന് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മാക്സിമം സപ്പോർട്ടാണ്. അത് ടെക്നിക്കലി ആയാലും നോൺ ടെക്നിക്കലി ആയാലും മാക്സിമം സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യം നിങ്ങൾ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ആ കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് ഞാൻ വരികയാണ്. അപ്പം അതിലേക്ക് വന്നപ്പോഴത്തേക്ക് വീണ്ടും ഉള്ളത് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞ ഒരു പാർട്ട് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എസ്റ്റിമേഷൻ വിൽ ബി ക്രൂഷ്യൽ പാർട്ട് ആയിരിക്കും ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ച്. ആ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് എല്ലാവരും മാനുവൽ എസ്റ്റിമേഷൻ മാത്രമല്ല ചെയ്യുന്നത്, സോഫ്റ്റ്വെയർസ് ഉണ്ട്. സോഫ്റ്റ്വെയർ ഓറിയന്റഡ് ആയിട്ടുള്ള എസ്റ്റിമേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പഠിക്കണം. അതും എല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണം, നിങ്ങളുടെ പ്രൊജക്ട് 2D ആയാലും 3D ആയാലും ഡിസൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള റെനൗണ്ട് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം നിങ്ങൾക്ക് ഫുൾ ഫ്ലെഡ്ജിൽ ആ പറഞ്ഞ കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതുപോലെ സേഫ്റ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞ ഓരോ സെക്ടേഴ്സും, ഇപ്പൊ വാസ്തു ആയാലും ലീഗൽ ആയാലും, ഇതെല്ലാം നിങ്ങൾക്ക് ഡെലിവർ ചെയ്ത് തരുന്നത് അതാത് സെക്ടേഴ്സിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇപ്പൊ വാസ്തുവിന്റെ കാര്യം പറഞ്ഞു തരുന്ന ഒരു വാസ്തു കൺസൾട്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ വാസ്തു എക്സ്പെർട്ട് ആയിരിക്കും വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യങ്ങൾ ആർക്കിടെക്ട്സ് ആണ് വന്ന് പറയുന്നത്. അപ്പം ഓരോ രീതിയിലും എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ ക്ലാസ്സസും അവരുടെ സെഷൻസും ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള, എന്നാൽ കൺവെൻഷനലി ഉള്ള എല്ലാ സോഫ്റ്റ്വെയർസും ഉള്ളതായാലും ഒക്കെ ഉള്ളൊരു വെൽ പാക്ഡ് സിലബസ് ആണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിന്റെ അകത്ത് ഉള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാൻ പറ്റുന്ന പോലെ ആർച്ച് ആയാലും ബാർ ബെൻഡിങ് ആയാലും ഇതൊക്കെ ഞങ്ങൾ അതിന്റെയൊക്കെ ഒരു പ്രോട്ടോടൈപ്പ് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന വേറൊന്നിനും വേണ്ടിയിട്ടല്ല, നമുക്ക് ബേസിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വേണം പഠിച്ചു തുടങ്ങാനായിട്ട്. ചില സൈറ്റുകൾ ഞങ്ങൾ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സൈറ്റുകളിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് മിനിമം ഒരു 8 or 10 സൈറ്റുകളിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സൈറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാനായിട്ട് ചിലപ്പം അവിടുത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മേശിരി ആയിരിക്കും ചിലപ്പോൾ അത് പറഞ്ഞു തരിക. അവരുടേത് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ ഈ പറഞ്ഞ വൈറ്റ് കോളേഴ്സിന്റെ മാത്രം പഠിച്ചാൽ പോരാ, നമ്മുടെ താഴെയുള്ള നാളെ നമ്മുടെ താഴെ വർക്ക് ചെയ്യാൻ പോകുന്ന ലേബേഴ്സിന്റേതും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള എല്ലാവരെയും ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള എക്സ്പേർട്സ് ആൻഡ് പ്രൊഫഷണൽസിന്റെ ഒരു ബ്ലെൻഡഡ് ഒരു ഹബ്ബാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്ന ഓരോ ബ്രാൻഡിനെ കുറിച്ചിട്ടും, ഓരോ ബ്രാൻഡ് എന്ന് പറയുന്നത് ചിലപ്പം നിങ്ങൾക്കൊരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സിവിൽ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പോരായിരിക്കും, അതിന്റെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ സാനിറ്ററി വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കാണേണ്ടതായിട്ട് വരും. അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡി ഉൾപ്പെടെ നിങ്ങൾക്ക് എല്ലാ ബ്രാൻഡുകളും പ്പിച്ച് തന്ന് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, എല്ലാ എക്സ്പെക്ടേഷൻസും, എംപ്ലോയറിന്റെ എല്ലാ എക്സ്പെക്ടേഷൻസും മീറ്റ് ചെയ്യത്ത രീതിയിലുള്ള ഒരു എഞ്ചിനീയർ ആയിട്ട് നിങ്ങളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രസ്റ്റീജിയസ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ പറഞ്ഞത് മൊത്തം
ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ജോബ്സിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞ അത്രയും ജോബ് കാറ്റഗറീസും ജോബ് റോൾസും ആണ് നിങ്ങൾക്കുള്ളത്. ഈ പറഞ്ഞ എല്ലാ ജോബ് റോൾസിനാണെങ്കിലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ എക്സ്പെക്ടേഷൻസ് നിങ്ങൾ മീറ്റ് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരു വില ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം വേറൊന്നുമല്ല, പരിതാപകരമായിട്ടുള്ള സ്ഥിതിയിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ നിൽക്കുന്നതായിട്ടുള്ള സൈറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ മേശരിമാരായാലും വർക്കേഴ്സ് ആയാലും ഒക്കെ കളിയാക്കുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം ആ ഒരു സ്ഥിതി വരുത്താതെ തിയറി മാത്രം എടുത്തു വെക്കാണ്ട് പ്രാക്ടിക്കൽ ഫീൽഡിലേക്ക് ഇറങ്ങുക, അത് കൂടുതൽ പഠിക്കുക, കൂടുതൽ സോഫ്റ്റ്വെയർസ് പഠിക്കുക. ഞങ്ങളിപ്പോൾ പഠിപ്പിക്കുന്ന സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് അതൊരു ചെയിൻ ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓട്ടോകാഡ് ആയാലും 3ds Max ആയാലും പ്രൈമവെറ ആയാലും സ്റ്റാറ്റ് പ്രോ ആയാലും MS Excel ആയാലും. എക്സൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയൊരു ടൂളാട്ടോ. അത് ടെക്നിക്കലി ഉള്ള സോഫ്റ്റ്വെയർസിന്റെ കൂട്ടത്തിൽ നിന്ന് കേൾക്കാത്ത ഒന്നാണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. പക്ഷേ എസ്റ്റിമേഷൻ ആയാലും അങ്ങനത്തെ ബാക്കി ലീഗൽ BOQ പ്രിപ്പറേഷൻ ആയാലും അങ്ങനത്തെ ഉള്ള കുറെ കാര്യങ്ങളിൽ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞ ആ ഒരു സോഫ്റ്റ്വെയർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറെ സോഫ്റ്റ്വെയർസിന്റെ ഒരു ബ്ലെൻഡ് ഉണ്ട്. ആ സോഫ്റ്റ്വെയർസ് പ്ലസ് ഈ പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ വരുന്നതാണ്. പിന്നെ പ്രോട്ടോടൈപ്പ് കൺസ്ട്രക്ഷൻസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചേർന്ന് വരുന്നതാണ് കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയർ. ഇത്രയും ടെക്നിക്കലി നിങ്ങൾ ഏബിൾ ആയാലും ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് ചിലപ്പോ 100% നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി ആവശ്യം ഒരു 3-day ആക്ടിവിറ്റി ക്യാമ്പ്, ഇൻഹൗസ് ആക്ടിവിറ്റി ക്യാമ്പ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ആക്ടിവിറ്റി ക്യാമ്പിന്റെ മെയിൻ ഫോക്കസ് എന്താന്ന് പറയുന്നത് നിങ്ങളുടെ ആ ആറ്റിറ്റ്യൂഡ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യുവർ കരിയർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു 3-day ആക്ടിവിറ്റി ക്യാമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വെർബൽ സ്പീച്ച് കാര്യങ്ങളും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഓൺലൈൻ കോഴ്സസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ ഇപ്രാവശ്യം മുതൽ ആർക്കൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞ ആർക്കൈറ്റ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയേഴ്സിന്റെ ഹബ്ബാണ്, ഒരുപാട് എഞ്ചിനീയേഴ്സിന്റെ ഹബ്ബാണ് ഇത്. ശരിക്കും എന്തിനു നമ്മുടെ ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മാക്സിമം സപ്പോർട്ട് കൊടുത്ത് അവരെ കരിയർ ജോബ് ഫീൽഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആർക്കൈറ്റിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ജോബ് റോൾസും നിങ്ങൾ കൂടുതൽ അതിലേക്കൊക്കെ നിങ്ങൾ റിസർച്ച് നടത്തി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് പാഷനുള്ള ഒരു ജോബ് ഫീൽഡ് നിങ്ങൾ തിരഞ്ഞെടുത്ത് അതിലേക്ക് മുന്നോട്ട് പോവുക. അതായിരിക്കും ബെറ്റർ. നിങ്ങൾ വൈഡൻ ചെയ്ത് പോകാതെ നിങ്ങളുടെ പർട്ടിക്കുലർ എയിം പോയിന്റിലേക്ക് നിങ്ങൾ അതിലേക്ക് മാത്രം സഞ്ചരിച്ചു തുടങ്ങുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നാണ് എൻ്റെ ഒരു ഹംബിൾ സജഷൻ. അപ്പം ഇതുവരെ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഒരു 10 മിനിറ്റ്, ഒരു 5-10 മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷന് വേണ്ടിയിട്ട് നടത്താം. ഓക്കെ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളവര് ഹലോ, ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞോളൂ. പേരെന്താ? ഹലോ, പറഞ്ഞോളൂ. ഈ ക്വാളിറ്റി കൺട്രോളർ എഞ്ചിനീയറിന്റെ സ്കോപ്പുകളെ കുറിച്ച് പറയാൻ പറ്റുമോ? ഓക്കെ, ക്വാളിറ്റി കൺട്രോളർ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഞാൻ പറയാതെ. ക്വാളിറ്റി കൺട്രോളർ എന്ന് പറയുന്ന ആ ഒരു ജോബ് റോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ റെഡി പ്ലാന്റുകൾ, നമ്മുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒന്നാണ് ക്വാളിറ്റി കൺട്രോളർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും പുറത്തും ഒരേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു വിഭാഗമാണ് ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. മോർ ഓവർ വലിയ കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള തന്നെ ടെസ്റ്റിംഗ് ലാബുകൾ ഉണ്ടായിരിക്കും, അല്ലെ?
ഇപ്പം നമ്മൾ ലുലുവിന്റെ ട്രിവാൻഡ്രത്തെ ലുലുവിന്റെ ഒക്കെ കേസ് ഇപ്പം ഈ ഇടയ്ക്ക് ഞങ്ങൾ വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അവർക്കൊക്കെ അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്വാളിറ്റി കൺട്രോൾ ലാബ് ഉണ്ട്. അപ്പം അവിടങ്ങളിലൊക്കെ ഈ പറഞ്ഞ ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയേഴ്സിന്റെ ആവശ്യകത വരും. വലിയ കൺസ്ട്രക്ഷൻ കമ്പനികൾ, അതുപോലെ തന്നെ സർക്കാരിന്റെ തന്നെ പബ്ലിക് അണ്ടർടേക്കിംഗ്സിൽ വരാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ റെഡിമിക്സ് പ്ലാന്റുകളിലും കൺസ്ട്രക്ഷൻ ഓറിയന്റഡ് റോ മെറ്റീരിയൽസിന്റെ പ്രൊഡക്ഷൻ നടത്തുന്നതായിട്ടുള്ള എല്ലായിടത്തും വരാറുണ്ട്. ഒരു കാര്യം ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഞാൻ അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. നിങ്ങൾ ഇപ്പം കൊറോണയുടെ ഇത് വെച്ചിട്ട് എല്ലാവരും ഒരു പേടിയാണ്, എല്ലാ ഫീൽഡും ഒരു മന്ദഗതിയിലായി എന്നുള്ളൊരു ഇതാണ്. നമ്മൾ അതിനെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് കാണുക. നമ്മൾ പ്രളയം വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ മേഖലയൊക്കെ തകർന്നു എന്ന് വിചാരിച്ചതാണ്. അവിടുന്ന് നമ്മൾ ഇത്രയധികം മുന്നോട്ട് വന്നിട്ടുണ്ട് അല്ലെ. അപ്പം പ്രളയം വന്നിട്ട് അത് അതിജീവിക്കാനുള്ള ഇന്നോവേറ്റീവ് സ്ട്രക്ചേഴ്സ് വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരം ഒരു ഹിസ്റ്ററി ഉള്ള നമുക്ക് ഈ പറഞ്ഞ കൊറോണയുടെ സിറ്റുവേഷനോ ഒക്കെ അതിജീവിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പം നിങ്ങൾ ആരും അങ്ങനത്തെ ഒരു പേടി നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട. ആഗോളതലത്തിൽ തന്നെ ഈ ഒരു സിനാരിയോ നല്ല രീതിയിൽ മാറി വരാം. ഇപ്പൊ പല ഫോറിൻ കൺട്രീസും അവരുടെ ലോക്ക്ഡൌൺസ് ഒക്കെ മാറ്റിയിട്ട് വീണ്ടും അവരുടെ വർക്കിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തരുന്നത് ഒരു നല്ല പോസിറ്റീവ് കാര്യം തന്നെയാണ്. ഓഫ് കോഴ്സ് നമ്മൾ സേഫ്റ്റി കാര്യങ്ങളൊക്കെ പാലിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, ഈ കോവിഡ്-19 ഈ ഒരു പർട്ടിക്കുലർ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ അവസ്ഥ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ ഒരുപാട് അങ്ങോട്ട് ബാധിക്കും എന്നുള്ള വലിയ പേടിയൊന്നും വേണ്ട. നിങ്ങൾ പക്ക ആണെങ്കിൽ ജോബ് ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ ഇവിടെ കൊല്ലത്ത് തന്നെ ഏകദേശം ഒരു 5ഓളം വേക്കൻസീസ് ഈ ഇടയ്ക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരുപാട് വേക്കൻസീസ് ഇനിയും ലിസ്റ്റഡ് ആവുന്നുണ്ട്. അപ്പം അതിലൊന്നും നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ കരിയറിനെ കുറിച്ചിട്ടൊരു പേടി വേണ്ട. പക്ഷേ യു ഷുഡ് ബി വെൽ അവെയർ എന്നുള്ളതാണ് മെയിൻ കാര്യം. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഞാനിപ്പോ പറഞ്ഞ ആൻസർ സാറ്റിസ്ഫൈഡ് ആണോ ചോദിച്ചാല്? അപ്പോ ഇതിന്റെ ഡിപ്ലോമ ഇൻ QA/QC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ ഉണ്ടല്ലോ. അപ്പൊ അത് ചെയ്യുന്നതിനെ കൊണ്ട് എന്താണ് അഭിപ്രായം? ഡിപ്ലോമ ഇൻ QA/QC എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ QA/QCയിലുള്ള ഒരുപാട് ടെസ്റ്റിങ്ങുകളും കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. തിയററ്റിക്കലി നിങ്ങളുടെ ലാബുകളിലും ഒക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ പ്രാക്ടിക്കൽ വെർഷൻ ആണ് പഠിക്കേണ്ടത്. ഈ ക്വാളിറ്റി കൺട്രോളിങ്ങിന്റെ തന്നെ പ്രാക്ടിക്കൽ വേർഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഓരോ ജില്ലയിലും PWD ഓരോ ക്വാളിറ്റി കൺട്രോൾ ലാബുകളുണ്ട്. അവിടങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തിയററ്റിക്കലി പഠിച്ച കുറച്ച് കാര്യങ്ങളായിട്ട് മിസ്മാച്ച് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വാല്യൂസിലൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു സിനാരിയോയില് നമ്മൾ ഒരു ഭയങ്കര എലാബറേറ്റഡ് ആയിട്ട് തിയറി ഓറിയന്റഡ് ആയിട്ട് വീണ്ടും QA/QC എന്ന് പറയുന്ന സംഭവത്തിനെ നമ്മൾ ിക്കേണ്ട കാര്യമില്ല. അതിന് പകരം പ്രാക്ടിക്കലി ക്വാളിറ്റി കൺട്രോളിംഗ് എന്ന് പറയുന്ന കാര്യം കൂടുതൽ പഠിക്കും. ഞങ്ങളിപ്പം കൊടുക്കുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയറിൽ കൊടുക്കുന്നത് ഇതിന്റെ പ്രാക്ടിക്കൽ വെർഷൻ ആണ്. നിങ്ങൾ തിയറി പഠിക്കേണ്ട കാര്യം ഇനിയില്ല. 4 വർഷം നിങ്ങൾ പഠിച്ചത് ഫുള്ള് തിയറിയാണ് അല്ലെ. ആ 4 വർഷം നിങ്ങൾ തിയറി നിങ്ങൾക്ക് സ്പൂൺ ഫീഡ് ചെയ്താണ് തിയറി തന്നിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് മാറി കുറച്ചും കൂടി ആയിട്ട് നിങ്ങൾ വന്ന് സെക്ടറിനെയും സമീപിക്കുക. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം 6 മന്ത് ഒക്കെ ഉള്ളതാണ് മിക്കയിടത്തെയും ഡിപ്ലോമ പ്രോഗ്രാം എന്ന് കണ്ടു. അത് മോസ്റ്റ് ഓഫ് ദ കേസസ് അത് വരുന്നതെന്ന് പറയുന്നത് ഈ ചെറിയ സാധനം ഇല്ലേ അതിനെങ്ങനെ വലിച്ചു നീട്ടുക എന്നുള്ളതാണ്. അപ്പം അതിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇത്രയും എലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ പഠിച്ചിട്ടുള്ള ടെസ്റ്റുകൾ തന്നെയാണ് കൂടുതലും ഒക്കെ ചെയ്യുന്നത്. അപ്പം അതിന്റെയൊക്കെ പ്രാക്ടിക്കൽ ഇതും നിങ്ങൾ തനിയെ ചെയ്യുന്നതും ഒക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അത് പഠിക്കുക. ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതും ആ പറഞ്ഞൊരു രീതിയിൽ തന്നെയാണ് ഞങ്ങളും കുട്ടികൾക്ക് ഡെലിവർ ചെയ്ത്. ഹലോ സർ, ഇതിന്റെ ഡ്യൂറേഷൻ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അറൌണ്ട് 6 മന്ത്സ് ആണ്. 5 to 6 മന്ത്സ് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ. അപ്പൊ നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ട് വന്നേക്കാം, 5 മാസത്തിൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഇത്രയധികം സംഭവങ്ങൾ പഠിച്ചു തീരുമോ എന്നുള്ളത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു പ്രൊജക്ട്, ഒരു വീടിന്റെ പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിന്റെ പ്രൊജക്ട് 6 മാസത്തിൽ തീരുന്ന വർക്കുകളുണ്ട്. ആ വർക്ക് തീരുന്നെങ്കിൽ ആ പ്രൊജക്ടിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ നിങ്ങൾ അതിന്റെ പകുതി സമയം എടുത്താൽ മതി. അത് കുറച്ചും കൂടി നല്ലോണം പഠിക്കണമെങ്കിൽ അതിൻ്റെതായ സമയം തന്നെ എടുക്കാം.
6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് പ്രൊഫഷണലി എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലി നിങ്ങൾക്ക് പഠിച്ചു തീരാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഓരോ സോഫ്റ്റ്വെയർസും, ഇതൊരു മെയിൻ ആയിട്ട് നമുക്ക് ടൈം കൺസ്യൂമിങ് വരുന്നത് സോഫ്റ്റ്വെയർസിലാണ്. ഈ ഓരോ സോഫ്റ്റ്വെയർസും നിങ്ങൾ പഠിക്കുന്നത് അതിന്റെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള കോഴ്സിൽ തന്നെയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഓട്ടോഡെസ്കിന്റെ സോഫ്റ്റ്വെയർസ് നിങ്ങൾ പഠിക്കുകയാണ്, അതിന്റെ സിലബസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് റിനോൺഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സും പല ഗവൺമെന്റ് കോളേജസിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഹാൻഡ്സിന്റെയും എഞ്ചിനീയേഴ്സിന്റെ ഒക്കെ ഒരു കൺസൾട്ടിങ്ങും, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓട്ടോഡെസ്കിന്റെ തന്നെ ടെക്നിക്കൽ ടീമിലുള്ളവരും ഒക്കെ ആയിട്ട് ഇരുന്ന് ഞങ്ങൾക്കൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. ആ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ള സിലബസ് ആണ് ഇതിന് ഫുള്ള് വരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് ഓരോ ടൂളും നിങ്ങൾ പഠിച്ച് അതിൻ്റെതായിട്ടുള്ള വർക്കുകൾ നിങ്ങൾ ഫുള്ളി ചെയ്ത ശേഷം മാത്രമേ അടുത്ത ടൂള് പഠിപ്പിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ പഠിച്ചു പോകുമ്പോഴത്തേക്ക് അറൌണ്ട് 6 months ആണ് നിങ്ങൾക്ക് വരുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആ 6 months എന്ന് പറയുന്നത് 6 months നിങ്ങൾ ഇവിടെ ആക്റ്റീവ് ആയിരിക്കണം. ഇതിന്റെ ഇടയ്ക്ക് ഇപ്പം സപ്ലിമെന്ററി ഒക്കെ ചില സ്റ്റുഡൻസിന് വരെ, അപ്പം ആ സപ്ലിമെന്ററി ഉള്ള സമയത്ത് നമ്മൾ അവർക്ക് ലീവ് കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിലുള്ള 6 മാസം ആണ് ഇതിന് വേണ്ടത്. ഓക്കെ, ഇത് പഠിച്ചിറങ്ങിയതിനു ശേഷം ഞങ്ങളുടെ ട്രെയിനിങ് ഉണ്ടായിരിക്കും, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഒരു കോൺവൊക്കേഷനിലൂടെയാണ് നമ്മൾ പിരിഞ്ഞു പോവുക ഇവിടുന്ന്. കോൺവൊക്കേഷൻ നടത്തുന്നത് വേറൊന്നിനുമല്ല. കഴിഞ്ഞ ഞങ്ങളുടെ കോൺവൊക്കേഷൻ നടത്തിയിരുന്നത് അതിന്റെ മെയിൻ ഗസ്റ്റ് എന്ന് പറയുന്നത് ശങ്കർ സാർ ആയിരുന്നു, പത്മശ്രീ ഡോക്ടർ ശങ്കർ സാർ ആയിരുന്നു. അപ്പം അതുപോലുള്ള റിനോൺഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന്, ശങ്കർ സാറിന്റെ തന്നെ ഒരുപാട് വേക്കൻസീസ് അതുവഴി നമുക്ക് കുട്ടികൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള റിനോൺഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് നിങ്ങൾക്കൊരു എന്താ പറയാ, നിങ്ങൾക്കൊരു നല്ല പ്ലാറ്റ്ഫോം, നല്ലൊരു എക്സ്പോഷർ തുടക്കം തൊട്ട് കിട്ടി. ഞങ്ങളുടെ പ്ലേസ്മെന്റ്സ് എല്ലാം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ആ ഒരു എക്സ്പോഷറും കിട്ടി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കോൺവൊക്കേഷൻ കഴിഞ്ഞ് നിങ്ങളെ വെളിയിലേക്ക് ഇറക്കുന്നത്. ഓക്കെ, ഹലോ 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 any other questions? ഹലോ ഹലോ പറഞ്ഞോളൂ കേൾക്കാം. സ്ട്രക്ചറൽ ഡിസൈൻ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. സോ അതിന് ഇനി എന്താ കോഴ്സ്, എങ്ങനെയാ ചെയ്യേണ്ടത്? സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് മാത്രം പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യമായിട്ട് സ്ട്രക്ചറൽ ഫീൽഡിൽ ഇപ്പം യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആദ്യം നല്ലപോലെ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സ്റ്റാറ്റ് പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. സ്റ്റാറ്റ് പ്രോ പോലുള്ള സോഫ്റ്റ്വെയർസ് നല്ല രീതിയിൽ പഠിക്കുക. സ്ട്രക്ചറൽ പ്രോജക്റ്റുകൾ കൂടുതൽ ആ സ്റ്റാറ്റ് പ്രോയിൽ നിങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രക്ചറൽ ഫീൽഡിൽ പോകാനായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം. ഇനി അതിൽ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകണമെങ്കിൽ എംടെക് ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയർ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹയർ പോസ്റ്റിലേക്ക്, സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറയുന്ന കുറച്ചും കൂടി ഹയർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും എംടെക് ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ സർ. സർ ഓക്കെ, ക്വസ്റ്റ്യൻസ് പറഞ്ഞോളൂ. സിവില് കഴിഞ്ഞ് എംആർക്ക് എടുക്കാൻ പറ്റുമോ? ഏതാണ്? സിവില് കഴിഞ്ഞിട്ട് എംആർക്ക് എടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇപ്പം PG കോഴ്സ് ചെയ്യുന്നതിന് UGയുടെ ഒരു കണ്ടിന്യൂഷൻ ആവശ്യമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എംആർക്ക് ഫോളോ ചെയ്യുന്നത് തന്നെ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. എംആർക്കിന്റെ ഇപ്പം പുതിയ കുറച്ച് റെഗുലേഷൻസ് വന്നിട്ടുണ്ട്. അത് പ്രകാരം BRക്കാർക്ക് തന്നെയാണ് എംആർക്ക് ചെയ്യാനുള്ള ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞ ആ ഒരു ആർക്കിടെക്ചറൽ പോയിന്റിൽ ഭയങ്കരമായിട്ട് എന്തൂസിയാസ്റ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ആ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ അകത്ത് ആർട്ട്, ആർക്കിടെക്ചറൽ, ടെക്നിക്കൽ ഇത് മൂന്നും ബ്ലെൻഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സ്. അപ്പം കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇമ്പാർട്ട് ചെയ്യാം, ആർക്കിടെക്ചറൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതൊക്കെ ആർക്കിടെക്ട്സിന്റെ തന്നെ ക്ലാസ് ആയിരിക്കും. പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിന്റെ സപ്പോർട്ടും അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. സർ, പലരും ഇപ്പൊ ബിടെക് MBA കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ അതിന്റെ ഓപ്പർച്യൂണിറ്റി എന്താണ്?
എനിക്ക് ക്ലിയർ ആയില്ല. ബിടെക്കും വേറെ ഏതായിരുന്നു പറഞ്ഞു? ബിടെക് കഴിഞ്ഞിട്ട് പലരും MBA കോഴ്സുകൾ ചെയ്യാറുണ്ട്. അപ്പോ അതിന്റെ ഒക്കെ ഒരു MBA കോഴ്സ്. MBA ചെയ്യുന്നത് രണ്ട് രീതിയിലുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മറ്റൊരു സെക്ടറുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ സെക്ടർ എന്ന് പറയുന്നത്, അല്ലെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഡിവിഷനിലേക്കോ സെയിൽസ് ഡിവിഷനിലേക്കോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ MBA നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടും. അതൊരു നല്ല ഓപ്ഷൻ കൂടിയാണ്. ബിടെക് കഴിഞ്ഞിട്ട് MBA എടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ ടെക്നിക്കൽ ആസ് വെൽ ആസ് മാനേജ്മെന്റ് സൈഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അതിൻ്റെ അകത്ത് കിട്ടും. കൺസ്ട്രക്ഷൻ എന്താണ് ഇമ്പോർട്ടൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊജക്ട് മാനേജ്മെന്റ്, ഈ പറഞ്ഞ പോലെ പ്ലാനിംഗ് മാനേജ്മെന്റ്, പ്ലാനിംഗ് എഞ്ചിനീയർ എന്ന് പറയുന്നതൊക്കെ പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് MBA കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന MBA കൂടി നോക്കിക്കോണം. MBA in HR, സെയിൽസ് ഉണ്ട്, അതിൽ ഓരോന്നും നിങ്ങൾ സൂക്ഷിച്ചോണം. അത് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി അവെയർ ആയിരിക്കണം. Okay. Any other questions? Any questions ആർക്കെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞോളൂ. ഇതിന്റെ ഫീസ് എത്ര വരുന്നത് 6 മാസത്തേക്ക്? ഇതിന്റെ ടോട്ടൽ ഫീസ്, ഇതിന്റെ അകത്ത് ഉള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ആണ്. യൂണിവേഴ്സിറ്റി പ്രോഗ്രാം എന്ന് പറയുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോഗ്രാം ആണ്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റോട് കൂടി വരുന്ന ഒരു പ്രീമിയം പ്രോഗ്രാം ആണ്. എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് മാത്രം വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഓരോ ഡിവിഷനും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കുന്നുണ്ട്, എസ്റ്റിമേഷൻ പഠിക്കുന്നുണ്ട്, ക്വാളിറ്റി കൺട്രോളിംഗ് പഠിക്കുന്നുണ്ട്, സ്ട്രക്ചറൽ പഠിക്കുന്നുണ്ട്, പ്ലാനിങ് പഠിക്കുന്നുണ്ട്, പ്രൊജക്ട് മാനേജ്മെന്റ് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സെക്ടറും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ സൈറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മെയിൻ എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഉള്ള ജോബ് റോൾസിനും പോകാൻ പറ്റും. ഇന്റീരിയർ ഡിസൈനർ ആയിട്ട് പോകാനുള്ള ഓപ്ഷൻസും ഉണ്ട്, ക്വാളിറ്റി കൺട്രോളർ ആയിട്ട് പോകാനുള്ള ഓപ്ഷൻസും ഉണ്ട്, എസ്റ്റിമേഷൻ എഞ്ചിനീയർ ആയിട്ടുള്ള പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസും ഈ ഒരു കോഴ്സ് തരുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി തന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ജോബ് റോളിൽ പോകാൻ വേണ്ടിയിട്ട് തന്നെ ഇൻഡിവിജ്വൽ സർട്ടിഫിക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓട്ടോഡെസ്കിന്റെ എല്ലാം ഓട്ടോഡെസ്കിന്റെ തന്നെ സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്. അതുപോലെ പ്രൈമറിക്ക് ആയാലും ക്വാളിറ്റി കൺട്രോളിംഗ് ആയാലും എസ്റ്റിമേഷൻ ആയാലും എല്ലാം ഇൻഡിവിജ്വൽ സർട്ടിഫിക്കേഷൻ പ്ലസ് ആസ് എ ഹോൾ ഡിപ്ലോമ ഇൻ കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ കൂടാണ്ട് 3 ഓൺലൈൻ കോഴ്സസും നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഈ സർട്ടിഫിക്കേഷൻ കോസ്റ്റിന്റെയും ഞങ്ങൾ തരുന്ന സ്റ്റഡി മെറ്റീരിയൽസിന്റെയും ഒക്കെ കൂടെ നിങ്ങളുടെ ടെസ്റ്റിങ്ങിന്റെയും ബാക്കി എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഫീ എന്ന് പറയുന്നത് 40,000 ആണ്. സർട്ടിഫിക്കേഷൻ ഫീസും എല്ലാം ഉൾപ്പെടെ, രജിസ്ട്രേഷൻ ഫീസ് എല്ലാം ഉൾപ്പെടെ 40,000 ആണ് ടോട്ടൽ ഫീ വരുന്നത്. ഇനി ആർക്കെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻസ്? എന്തെങ്കിലും ഉണ്ടോ? ചോദിച്ചോളൂ. പ്ലേസ് ഒന്ന് പറയാൻ പറ്റുമോ? ലൊക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ? ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലത്താണ്. ഞങ്ങള് ജൂൺ 15-ാം തീയതിയാണ് ആദ്യത്തെ ബാച്ച്, ഈ വർഷത്തെ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 15-നാണ്. ജൂൺ 15-ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കും ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കോവിഡിന്റെ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും, നിങ്ങളുടെ എക്സാമിനേഷൻ കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഓഫ്ലൈൻ മോഡ് ഉണ്ടായിരിക്കും, കണ്ടിന്യൂവേഷൻ ഉണ്ടായിരിക്കും. ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 15-നാണ്. ഞങ്ങളിത് ബാച്ച് വൈസ് ആയിട്ട് എടുക്കുള്ളൂ. ബാച്ചിലും എണ്ണം ലിമിറ്റഡ് ആയിരിക്കും. കാര്യം ഇതിൻ്റെ അകത്ത് ഒരുപാട് സൈറ്റ് ഓറിയന്റഡ് കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ തന്നെ ഇതിന്റെ ഓരോ പ്രോട്ടോടൈപ്പുകൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. ഒരു ആർച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നതും ബാർ ബെൻഡ് ചെയ്യുന്നതും എല്ലാം അതിന്റെ പ്രോട്ടോടൈപ്പ് ഒക്കെ നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യത്തിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ ബാച്ചിലും സീറ്റ്സ് ലിമിറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്ന ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് മുന്നോട്ട് പോകുന്നത്. ജൂൺ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഓരോ ബാച്ചുകൾ വീതം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ?
എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഈ പറഞ്ഞ ലൈസൻസിങ്ങിന്റെ കേസിലായാലും ഒക്കെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഈ ജോബ് സെക്ടേഴ്സിന്റെ കേസിൽ ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, എന്റർപ്രണർ എന്ന് പറഞ്ഞ ആ ഓപ്ഷനിൽ എന്റർപ്രണർ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്റർപ്രണർ ആയിട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. കൂടാണ്ട് സർക്കാർ എന്റർപ്രണേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചും കൂടി അവെയർ ആയിരിക്കുക. സർക്കാരിന്റെ പുതിയ പോളിസീസും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ കോവിഡ് കഴിഞ്ഞതിന് പുതിയ ടെക്നോളജീസ് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കും കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കും വരുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ കുറച്ചും കൂടി അതിനെ കുറിച്ചിട്ടൊന്ന് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുക. സ്റ്റഡി ചെയ്തിട്ട് എന്റർപ്രണർ എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നല്ലപോലെ മാനേജ് ചെയ്ത് കൊണ്ട് പോകാമെന്നുണ്ടെങ്കിൽ സർ, ഓക്കെ. എഞ്ചിനീയറിംഗ് ലൈസൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് എന്താണെന്ന് പറയാൻ പറ്റും? എഞ്ചിനീയറിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലാന്, ഞാൻ ചെറിയൊരു ഉദാഹരണം വെച്ച് പറയാം. ഒരു പ്ലാൻ എനിക്ക് എന്റെ പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ആ പ്ലാന് അപ്രൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് നോക്കി അതിൻ്റെ അത് തെറ്റുകളൊന്നും ഇല്ലാക്കി ഒരു എഞ്ചിനീയർ ഒപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ബാക്കി ലീഗൽ ഫോർമാലിറ്റിയിലേക്ക് അത് കടക്കാനായിട്ട് പറ്റുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാല്യുവേഷൻ എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ അഡീഷണൽ അധികാരവും കൂടി ഇപ്പോൾ എഞ്ചിനീയർ എ ക്ലാസ് ലൈസൻസുകാർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വാല്യുവേഷൻ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ആധാരം എഴുത്തുകാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതിപ്പോ കുറച്ചും കൂടി ഈ പറഞ്ഞ കണക്ക് എഞ്ചിനീയർ എ ക്ലാസ് ലൈസൻസ് ഉള്ളവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വാല്യുവേഷൻ വേണമെങ്കിലും നടത്താനുള്ള ഒരു പ്രൊവിഷൻ അവിടെ സർക്കാർ തരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ എന്റർപ്രണർ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ലൈസൻസ് എടുത്തിരിക്കണം. കാര്യം ഈ ലൈസൻസിനൊക്കെ ഓരോരുത്തരും ചാർജ് ചെയ്യുന്നത് നല്ല കാശാണ് ഓരോരുത്തരും ചാർജ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ വരയ്ക്കാനും പറ്റും, നിങ്ങൾക്ക് തന്നെ അത് നല്ലപോലെ നോക്കി അത് വാല്യൂ ചെയ്ത് കൊടുക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ആ രണ്ടു പേരുടെയും സാലറി അല്ലെങ്കിൽ അതിന്റെ വേജസ് ആസ് എൻ എന്റർപ്രണർ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനത്തെ കുറെ ഓപ്ഷൻസും അങ്ങനത്തെ കുറെ പ്രയോറിറ്റീസും ഒക്കെ ഈ പറഞ്ഞ എഞ്ചിനീയർ എ ക്ലാസ് ലൈസൻസുകാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഒരു എഞ്ചിനീയർ എ ക്ലാസ് ലൈസൻസ് ഹോൾഡർ ആണ്, നിങ്ങൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് കൂടിയാണ്. അപ്പം അതും കൂടിയൊക്കെ ഈ പറഞ്ഞ നിങ്ങളുടെ ജോബ് അതിനെ കുറച്ചും കൂടിയൊക്കെ സ്വാധീനിച്ചേക്കാം. ഓക്കെ. ഹലോ, പറഞ്ഞോളൂ സാർ. എഞ്ചിനീയറിംഗ് ലൈസൻസിന് എക്സ്പീരിയൻസ് ആവശ്യമാണോ? എക്സ്പീരിയൻസ് ആവശ്യമില്ല. എക്സ്പീരിയൻസ് ആവശ്യമുള്ളത് ഡിപ്ലോമക്കാർക്കാണ്. ഡിപ്ലോമക്കാർക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ബിടെക്കാർക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നാണോ കിട്ടുന്നത് തൊട്ടടുത്ത ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ അപ്ലൈ ചെയ്യാം. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഡിപ്ലോമക്കാർക്കാണ് അതിന് എക്സ്പീരിയൻസ് ആവശ്യമായിട്ടുള്ളത്. സർ, പറഞ്ഞോളൂ. ഇപ്പൊ കുറെ ആൾക്കാർ ആർക്കിടെക്ചർ പഠിച്ചു വരുന്നുണ്ടല്ലോ, അവരുടെ ഈ സിവിൽ എഞ്ചിനീയർമാർക്കുള്ള പ്രാധാന്യം എന്താണ്? അത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആർക്കിടെക്ചറുകാർക്ക് ഈ പറഞ്ഞ കാര്യം നല്ല രീതിയിൽ മോഡൽ ചെയ്യാൻ മാത്രമുള്ള ഒരു ഇതാണ് കൂടുതൽ പേരും കാണിക്കുന്നത്. പക്ഷെ ഇവര് പറഞ്ഞ ഈ മോഡലിനനുസരിച്ചിട്ട് അത് സംഭവം കാണാൻ മാത്രം നന്നായ പോരല്ലോ, നമുക്കത് സ്ട്രക്ചറലി വയബിളും കൂടി ആവണ്ടേ. ആ സ്ട്രക്ചറലി വയബിൾ ആക്കുക എന്നുള്ള ഒരു മെയിൻ ജോലിയാണ് ശരിക്കും പറഞ്ഞ സിവിൽ എഞ്ചിനീയേഴ്സിന് അവിടെ വരുന്നത്. മിക്ക ആർക്കിടെക്ട്സും അവരുടെ ഡ്രോയിങ്സ് ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം സിവിൽ എഞ്ചിനീയേഴ്സിനെയാണ് കൺസൾട്ട് ചെയ്യുന്നത്. സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മോഡല് സ്ട്രക്ചറലി വയബിൾ ആക്കി മാറ്റുക എന്നുള്ളത് സിവിൽ എഞ്ചിനീയേഴ്സിന്റെ ഉത്തരവാദിത്വമാണ്. അതാണ് ആർക്കിടെക്ട്സും സിവിൽ എഞ്ചിനീയേഴ്സും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിനിടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചാറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ എക്സാമിന് ലൈസൻസ് കിട്ടാൻ എക്സാം ആവശ്യമുണ്ടോ എന്നുള്ളത്. എക്സാം ഒന്നുമില്ല, ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര കടുകട്ടി ഇന്റർവ്യൂ ഒന്നും അല്ല. മിക്ക ജില്ലകളിലും കടുകട്ടി ഇന്റർവ്യൂസ് ഒന്നും ആയിരിക്കില്ല. അത്യാവശ്യം നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റുന്നത് തന്നെയാണ്. എക്സാംസ് ഒന്നുമില്ല. ബിടെക് അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ അവർ ചോദിക്കുന്ന
ഈ പ്രൊസീജിയേഴ്സ് എല്ലാം കാണിക്കുക. ലൈസൻസിന്റെ പ്രൊസീജിയർ ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്. പ്രൊസീജിയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, അതാത് അർബൻ അഫയേഴ്സിന്റെ ഓഫീസിൽ പോവുക, അതാത് ജില്ലകളിലുള്ള അർബൻ അഫയേഴ്സിന്റെ ഓഫീസിൽ പോവുക. അവിടെ അവർ പറയുന്ന ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു മെമ്മോ നിങ്ങളുടെ ത്രൂ പോസ്റ്റൽ അയക്കും. അപ്പം ആ മെമ്മോ കിട്ടിയതിന് ശേഷം, മെമ്മോയ്ക്കകത്ത് ഇന്റർവ്യൂ ഡേറ്റ് ഉണ്ടായിരിക്കും, ആ ഇന്റർവ്യൂവിന് നിങ്ങൾ അപ്പിയർ ചെയ്യുക. ആ ഇന്റർവ്യൂവിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസിനുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയർ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്താ വേണ്ടതെന്ന് ഇപ്പം 2-3 ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പം അതിന് ഞാൻ ഇന്ന് ആ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ കയറുക. ലിങ്കിൽ കയറി ആ ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷന്റെ ബേസിസിലായിരിക്കും നമ്മൾ നിങ്ങൾക്കുള്ള എൻട്രി പോസിബിൾ ആക്കുന്നത്. ബാച്ചിൽ ആഡ് ആവാനായിട്ട് ചെയ്യണം. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഇട്ട് തരുന്നുണ്ട്. Civil engineers have a lot of opportunities, but still campus placements are less compared to other branches. ശരിയാണ്, വളരെയധികം ശരിയാണ്. ക്യാമ്പസ് പ്ലേസ്മെന്റുകൾ മിക്കവാറും ഒക്കെ ബേസ്ഡ് ഓൺ എന്താ പറയാ, കൂടുതൽ ആൾക്കാരെ വേണ്ടിയിട്ടുള്ള ഒരു മേഖലയിലേക്ക് മാത്രം ഒതുങ്ങി പോവുകയാണ്. പക്ഷെ അപ് ടു ദ കോർ ബ്രാഞ്ച് വരുന്നില്ല മിക്കതിലും. അതില് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എംപ്ലോയേഴ്സും ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എടുക്കാത്തതിന് കാരണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പെക്ടേഷൻസ് പഠിച്ചിറങ്ങിയ ഫ്രഷർ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊന്നും സ്കിൽ ട്രെയിനിങ് നടത്താത്ത ഒരു കുട്ടിക്ക് ഉണ്ടാവുമോ എന്നുള്ള ഡൗട്ട് എല്ലാ എംപ്ലോയീസിനും ഉണ്ടായിരിക്കും. അപ്പൊ ആസ് എൻ എഞ്ചിനീയർ ട്രെയിനിങ് എടുത്തു വെക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വലിയ കമ്പനീസ് ഒന്നും ഈ പറഞ്ഞ ക്യാമ്പസ് പ്ലേസ്മെന്റിനായിട്ട് കോർ ഫീൽഡിലുള്ള കമ്പനീസ് ഒന്നും വരാത്തത്. സാർ QA/QCയും പഠിപ്പിക്കൂ ഈ കോഴ്സിൽ? ഓഫ് കോഴ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. QA/QC ക്വാളിറ്റി കൺട്രോളിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും അതിന്റെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലും അതിന്റെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് തന്നെ അത് പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം ഇതിന്റെ ഇൻക്ലൂഡഡ് ആണ്. So what is the benefit of doing M-Plan after civil engineering? M-Plan പഠിക്കേണ്ടത്, M-Planന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര ഹെക്ടറിന് മുകളിലോട്ടുള്ള ഏതൊരു ബിൽഡിംഗ് ആയാലും ഏതൊരു കൺസ്ട്രക്ഷൻ ആയാലും അവിടെയൊക്കെ M-Planകാരുടെ സാന്നിധ്യം ആവശ്യമാണ്. അത് അവരുടെ ലീഗൽ പ്രൊസീജിയറിലും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അത് വലിയ പ്രൊജക്ടുകളിലേക്കും വളരെ വിരളമായിട്ടുള്ള പ്രൊജക്ടുകളിലേക്കും മാത്രം ഒതുങ്ങി പോവാൻ ചാൻസ് ഉണ്ട്. സോഫ്റ്റ്വെയർസ് ഏതൊക്കെ പഠിപ്പിക്കും? സോഫ്റ്റ്വെയർസ് ലിസ്റ്റഡ് നമ്മൾ പറയുകയാണെങ്കിൽ ഡിസൈനിങ് ആസ്പെക്ടിൽ ഓട്ടോക്യാഡ് പഠിപ്പിക്കും, 2D ഡ്രാഫ്റ്റിംഗ്, 3D മോഡലിംഗിന് വേണ്ടി റെവിറ്റ് ആർക്കിടെക്ചർ ഓർ 3ds Max, പിന്നെ അതിന്റെ റെൻഡറിംഗ് വേണ്ടിയിട്ട് വീറ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറും ഫോട്ടോഷോപ്പ്, പ്രീമിയർ സോഫ്റ്റ്വെയർസ് അതിന്റെ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. എസ്റ്റിമേഷനിലേക്ക് വരികയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ വെച്ചിട്ടുള്ളതും ഉണ്ട്. പിന്നെ അടുത്ത സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ സ്റ്റാറ്റ് പ്രോ സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. പ്രൊജക്ട് മാനേജ്മെന്റിലേക്ക് വരികയാണെങ്കിൽ പ്രൈമവറ സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലീഗൽ വൈസ് കൊടുക്കേണ്ട സോഫ്റ്റ്വെയർസ്, സങ്കേതം പോലുള്ള സോഫ്റ്റ്വെയർസും എല്ലാം ഇതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. സർവീസ് സെക്ടർ ഹാസ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗേൾസ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനത്തെ വേർതിരിവില്ല. ശരിക്കും പറഞ്ഞാൽ ജോബ് ഫീൽഡിൽ പോലും അങ്ങനത്തെ ഒരു വേർതിരിവില്ല. ഞാൻ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും, എല്ലാ സെക്ടേഴ്സും ഗേൾസിന് ഉൾപ്പെടെ വാലിഡ് ആയിട്ടുള്ള ഹൈലി ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലകൾ തന്നെയാണ്. പിന്നെ നിങ്ങൾ വെയിൽ കൊള്ളാനും ഒന്നും തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഇന്റീരിയർ ഡിസൈൻ പോലുള്ള മേഖലയിലേക്ക് പോവുക. ഇന്റീരിയർ ഡിസൈൻ കോഴ്സുകൾ ചെയ്ത് അതിന്റെ ആർക്കിടെക്ചറൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക. എന്നിരുന്നാലും ഞങ്ങൾ ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികളെ ഞങ്ങൾ വെയിലത്ത് ഇറക്കാണ്ടിരിക്കത്തില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കും സൈറ്റിനെ കുറിച്ച് അറിയണം, ഈ റിനോവേഷൻ പ്രോജക്റ്റുകളെ കുറിച്ചിട്ട് അറിയണം, അതിന്റെ ആർക്കിടെക്ചറൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പക്ഷെ അവരൊരു ജോബിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതലായിട്ട് സൈറ്റ് വിസിറ്റ് ഒരുപാട് ഉണ്ടാകത്തില്ല ബാക്കിയുള്ള ജോബ് റോൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. വേറെ ക്വസ്റ്റ്യൻ, ഫീ ഒരുമിച്ച് പേ ചെയ്യേണ്ടതാണോ? അല്ല, ഫീസ് ഇൻസ്റ്റാൾമെന്റ് ആണ്. നിങ്ങൾക്ക് ഒറ്റ ഇൻസ്റ്റാൾമെന്റിൽ അടയ്ക്കാം, അല്ലാണ്ടുള്ള ടേംലി ഇൻസ്റ്റാൾമെന്റ്സിലും അടയ്ക്കാൻ പറ്റുന്നതാണ്.
കോഴ്സിൽ ഓട്ടോക്യാഡ് പോലത്തെ സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിപ്പിക്കുമോ? ഞാൻ പറഞ്ഞു ഓട്ടോക്യാഡ്, 3ds Max പോലുള്ള ഓട്ടോഡെസ്കിന്റെ സോഫ്റ്റ്വെയർസ് എല്ലാം വരുന്നുണ്ട്. സ്റ്റാറ്റ് പ്രോ, പ്രൈമവറ പോലുള്ള സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്. MS എക്സലും മൈക്രോസോഫ്റ്റ് പ്രൊജക്റ്റും പോലുള്ള സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്. ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് പോലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. സ്കെച്ചപ്പ് പോലുള്ള ചെറിയ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. സർ, ബിടെക് സിവിൽ കഴിഞ്ഞ ഒരാൾ ആർക്കിടെക്ചർ ഫീൽഡിലേക്ക് പോകുന്നതിൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് രണ്ടും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ക്ലയന്റിന് വേണ്ട എന്താണ്, അയാളുടെ പ്രൊജക്ട് വിഷ്വലി പ്ലീസിങ് ആയിരിക്കുക എന്നുള്ളതാണ് ക്ലയന്റിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആർക്കിടെക്ചറൽ പോയിന്റ് ഓഫ് വ്യൂലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ട് വരും. അപ്പം ഈ ആർക്കിടെക്ചറൽ ആസ്പെക്ട്സ് എല്ലാം നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്യുക. ആ എഞ്ചിനീയറിംഗ് പ്ലസ് ആർക്കിടെക്ചർ എന്ന ആ ഒരു മോഡലായിരിക്കും വിഷ്വലി ആൻഡ് ടെക്നിക്കലി വയബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കിടെക്ചറൽ പരമായിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ BArch എടുക്കാത്തതിൽ വിഷമിക്കുകയൊന്നും വേണ്ട. ആ ആർക്കിടെക്ചറൽ ആസ്പെക്ട്സ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സുമായിട്ട് ബ്ലെൻഡ് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ടെക്നിക്കലി വയബിൾ ആക്കാൻ പറ്റുന്നത് തന്നെയാണ്. സാർ, ഇപ്പോൾ MTech കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? സിൻസ് ടീച്ചിങ് നീഡ്സ് PhD ദീസ് കമ്മിങ് ഇയേഴ്സ്. അത് ഒരു റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. MTech ഞാൻ പറഞ്ഞില്ലേ, സ്ട്രക്ചറൽ പോലുള്ള MTechകൾ ഈ പറഞ്ഞ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ആയിട്ട് എടുക്കുന്ന വലിയ കമ്പനികളൊക്കെ MTech ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ടീച്ചിങ്ങിന് പറയുകയാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ ഇപ്പോഴും MTechകാരെ എടുക്കുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും ഫ്രഷറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആണ് കുറച്ചും കൂടി വെയിറ്റേജ് വരുന്നതെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വരുന്നൊരു കാര്യം. MTech ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സിവിലിന്റെ PG കോഴ്സസ് ഒക്കെ കുറച്ചും കൂടി എന്താ പറയാ, ടീച്ചിങ് ഒഴിച്ചുള്ള ജോബുകൾക്കും കൂടി സൂട്ട് ആവുന്നതാണ്. ടാപ്സ് ആണോ സ്റ്റാറ്റ് പ്രോ ആണോ നല്ലതെന്നൊരു ക്വസ്റ്റ്യൻ കൃഷ്ണജിത്ത് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടാപ്സിന്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ബ്രിഡ്ജസിനായാലും ബാക്കിയുള്ള ഓരോരോ സ്ട്രക്ചേഴ്സിനും നിങ്ങൾ ഓരോ രീതിയിൽ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. സ്റ്റാറ്റ് പ്രോ എന്ന് പറയുന്നത് കുറച്ചും കൂടി യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി പോപ്പുലർ ആയിട്ടുള്ള സംഭവം. നമ്മൾ എപ്പോഴും ഒരു സോഫ്റ്റ്വെയർ പഠിക്കേണ്ടത് ഏതാണോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ നാളെ പോകാൻ പോകുന്ന എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ പോകാൻ പോകുന്ന സ്ഥലത്ത് ഏതാണോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അത് പഠിക്കുക എന്നുള്ളതാണ്. ശരിക്കും സ്റ്റാറ്റ് പ്രോയും ടാപ്സും ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാണ്, രണ്ട് കമ്പനീസിന്റെ രണ്ട് സോഫ്റ്റ്വെയർസ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളതും യൂണിവേഴ്സലി കുറച്ചും കൂടെ പോപ്പുലർ ആയിട്ടുള്ളതും സ്റ്റാറ്റ് പ്രോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. സർ, MTech ഗ്രാജുവേറ്റഡിന് ബെറ്റർ ജോബ് ഓഫേഴ്സ് കിട്ടുമോ ദാൻ BTech അതർ ദാൻ ഇൻ ടീച്ചിങ് ഫീൽഡ്? ബെറ്റർ ജോബ് ഓഫേഴ്സ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിമിറ്റഡ് ആണ്. ആ ജോബ് ഓഫേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ കമ്പനികൾ മാത്രമേ MTechകാരെ എടുത്തു വെക്കാറുള്ളൂ. കാര്യം അത് അവരുടെ തന്നെ പോളിസിയുടെയും കൂടെയൊക്കെ ഭാഗമായിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇതിലേക്ക് അവർ പോകുന്നത്. അതും കുറച്ച് വളരെ ചെറിയ ജോബ് റോൾസിലേക്ക് മാത്രമേ അത് എടുക്കാറുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കിട്ടുമോ? അത് വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതില് രണ്ട് കാര്യങ്ങളുണ്ട് പ്ലേസ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, എംപ്ലോയീസിന്റെ എക്സ്പെക്ടേഷൻസ് ആണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്ത ഒരാള് ഇന്റർവ്യൂവിനും ആ ഒരു ജോബിനും പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ആ പറഞ്ഞ കാര്യം. രണ്ടാമത്തെ കാര്യം, 80ഓളം കൺസ്ട്രക്ഷൻ കമ്പനികളുമായിട്ട് ടൈപ്പ് ഉള്ള ഒരു എഞ്ചിനീയറിംഗ് ഹബ്ബാണ് ആർക്കൈറ്റ് എന്ന് പറയുന്നത്. അപ്പം അവിടങ്ങളിലുള്ള വേക്കൻസീസ് എല്ലാം ഫില്ല് ചെയ്യുന്നതും അവരുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നതും നമ്മുടെ സ്റ്റുഡൻസിനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കുള്ള പ്ലേസ്മെന്റ് ചാൻസ് വളരെ, ഇത് ഉഴപ്പി പഠിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് ചെയ്യുന്നില്ല. പെർഫെക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് അടുത്ത ദിവസത്തെ നിങ്ങളുടെ ഓരോ ദിവസവും നമ്മൾ നേരത്തെ കൂടി ആയിട്ടുള്ള ഷെഡ്യൂളിങ്ങിലായിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. അപ്പം ആ രീതിയിൽ പോവുകയാണെങ്കിൽ ഫ്രം ദ
സ്റ്റാർട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ പ്ലേസ്മെന്റ് ആക്ടിവിറ്റിയും കൂടി അതിന്റെ കൂടെ പ്ലേസ്മെന്റ് സെല്ല് ചെയ്ത് പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നതിൽ വളരെ വലിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആയാൽ പിന്നെയും ലൈസൻസിന് അപ്ലൈ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. സർ, ഡിയോ ഹബ് ഓഫേഴ്സ് ഇന്റേൺഷിപ്പ്? തീർച്ചയായിട്ടും ഇന്റേൺഷിപ്പുകൾ ഓഫർ ചെയ്യാറുണ്ട്, ഇന്റേൺഷിപ്പുകൾ കൊടുക്കാറുണ്ട്. നമ്മുടെ ആർക്കൈറ്റിന് തന്നെ ഞങ്ങളുടെ ഒരു കൺസ്ട്രക്ഷൻ വിങ് കൂടിയുണ്ട്. ആർക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ സർവീസസ് എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനി കൂടി ആർക്കൈറ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പം അവിടെ ഞങ്ങളുടെ വർക്കിൽ തന്നെ ഇന്റേൺഷിപ്പുകളൊക്കെ കൊടുക്കാറുണ്ട്. ഇതിൽ എന്തൊക്കെ കോഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് ഒന്നും കൂടി പറയാൻ പറ്റുമോ? കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ ആ ഒരു കോഴ്സിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് ഡിസൈനിങ് ആസ്പെക്ട് എല്ലാം അതിൻ്റെ അകത്ത് വരുന്നതാണ്. എസ്റ്റിമേഷൻ ആസ്പെക്ട്, ഈ ഡിസൈനിങ് ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളും അതിന്റെ സൈറ്റ് ട്രെയിനിങ്ങുകളും എല്ലാം ഉണ്ടായിരിക്കും. അതിന്റെ മെറ്റീരിയൽ സെലക്ഷൻസും അതിന്റെ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് സ്റ്റഡീസും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആവും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സോഫ്റ്റ്വെയർസ് ഒന്നും കൂടെ പറയാം. ഓട്ടോക്യാഡ്, റെവിറ്റ് ആർക്കിടെക്ചർ ഓർ 3ds Max, പിന്നെ ഫോട്ടോഷോപ്പ്, പ്രീമിയർ പോലുള്ള ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് എല്ലാം ആ ഇന്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ ഡിസൈനിങ് ആസ്പെക്ട് എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എസ്റ്റിമേഷന്റെ അകത്ത് മാനുവൽ എസ്റ്റിമേഷൻ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കും. ആ മാനുവൽ എസ്റ്റിമേഷൻ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ആ എസ്റ്റിമേഷന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി കൺട്രോളിംഗ് വരുന്നുണ്ട്. ക്വാളിറ്റി കൺട്രോളിംഗിന്റെ പ്രാക്ടിക്കൽ ടെസ്റ്റിങ്ങുകളും കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കും. അപ്പോൾ ഈ ടെസ്റ്റിങ്ങും അതിന്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ റിപ്പോർട്ട് എഴുതുന്നതും ഒക്കെ അതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അതിന്റെ ടാബുലാർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതും ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കുറച്ച് ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഷെഡ്യൂളുകളും കാര്യങ്ങളും പിന്നെ ടെസ്റ്റിങ്ങിന്റെ റിപ്പോർട്ട് പ്രിപ്പറേഷനും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ക്വാളിറ്റി കൺട്രോളിംഗിന് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി കൺട്രോളിംഗ് ടെസ്റ്റിംഗ് മാത്രമല്ല, കുറെ കാര്യം ഈ ടെസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സാധനം നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അതിനൊരു പെർഫെക്റ്റ് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിൽ വേണം, അതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട്. ആ ഡോക്യുമെന്റേഷൻ വഴി വേണം ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ. അപ്പൊ അതിന്റെ ഡോക്യുമെന്റേഷൻ ഭാഗങ്ങളെല്ലാം ആ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിൽ കവറപ്പ് ആയി പോകുന്നുണ്ട്. അതിനുശേഷം ലീഗൽ കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ലീഗൽ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ബിൽഡിംഗ് റൂൾസ് കാര്യങ്ങളും, ഒരു ബിൽഡിംഗ് വെക്കുമ്പോഴത്തേക്ക് ഓരോരോ സൈറ്റിന് അല്ലെങ്കിൽ ഓരോരോ സെക്ടറിൽ, ഇപ്പൊ കോർപ്പറേഷൻ ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്ത് ആണെങ്കിലും എന്തൊക്കെയാണ് നിയമവശങ്ങൾ. ഗ്രീൻ ബിൽഡിംഗ് ഇപ്പം പുതിയ ഒരു കൺസെപ്റ്റ് ആണ് ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ഗ്രീൻ ബിൽഡിംഗ് പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്, ഇനി അങ്ങോട്ട് വരുന്ന ഗ്രീൻ ബിൽഡിംഗ് നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മോർ ഓവർ ടെൻഡറിങ്ങുകളും അതിന്റെ ടെൻഡർ പ്രിപ്പയർ ചെയ്യുന്നതും ടെൻഡർ അനലൈസ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, BOQ പ്രിപ്പറേഷൻ എല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്നാൽ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഇപ്പം റിലീജിയസ്, ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയസ്, നമ്മൾ ഈ പറഞ്ഞ വാസ്തു എന്ന് പറഞ്ഞ കൺസെപ്റ്റിന്റെ ബേസിക്സ് എങ്കിലും നമ്മൾ ഓരോരുത്തരും നോക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് വാസ്തുവിന്റെ കാര്യങ്ങൾ ഫുൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിരുന്നുണ്ട്. പിന്നെ പ്രൊജക്ട് മാനേജ്മെന്റ്, ലേബർ മാനേജ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ്, നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് ലോണുകളെ കുറിച്ചിട്ട്, ഹൗസിംഗ് ലോണുകളെ കുറിച്ചിട്ടും, ഒരു ബിൽഡിംഗ് വെക്കാനായിട്ട് എന്തൊക്കെ നമുക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എന്തൊക്കെ പദ്ധതികളുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളതുണ്ട്. ലീഗലി എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലേബർ മാനേജ്മെന്റ് വരുന്നുണ്ട്. പ്രൊജക്ട് മാനേജ്മെന്റും അതിന്റെ സോഫ്റ്റ്വെയർസും, ഈ പറഞ്ഞ പ്രൈമവറ പോലുള്ള സോഫ്റ്റ്വെയർസ്, MS പ്രൊജക്റ്റും മൈക്രോസോഫ്റ്റ് എക്സൽ പോലുള്ള സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ കുറച്ചുകൂടി ഹയർ ആയിട്ട് പോവുകയാണെങ്കിൽ ആർക്കിടെക്ചർ, സ്ട്രക്ചറൽ പരമായിട്ടുള്ള കാര്യങ്ങളും അതിന്റെ സോഫ്റ്റ്വെയർസും വരുന്നുണ്ട്. പിന്നെ പ്രോട്ടോടൈപ്പ് കൺസ്ട്രക്ഷൻ, പിന്നെ 3D ആക്ടിവിറ്റി ക്യാമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3D ആക്ടിവിറ്റി ക്യാമ്പ് വരുന്നുണ്ട്. ഈ പറഞ്ഞ ഓരോന്നിനും ഇൻഡിവിജ്വൽ സർട്ടിഫിക്കേഷൻസും വരുന്നുണ്ട്. ഇത്രയാണ് ആ ഒരു കോഴ്സിന്റെ അകത്തുള്ളത്. ഓക്കെ, സർ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ പറ്റും? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിന്റെ നോട്ടിഫിക്കേഷൻസ് വിളിക്കുന്ന സമയത്ത് അത് കുറച്ച് അലേർട്ട് ആയിരിക്കുക. ആ നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് അതിന് ചെയ്യുക. സിവിൽ എഞ്ചിനീയേഴ്സിനെ വിളിക്കുന്നുണ്ട്, മറൈൻ ഫീൽഡിലായാലും നേവി ഫീൽഡിലായാലും ആർമി, എല്ലായിടത്തും എഞ്ചിനീയേഴ്സിനെ വിളിക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ IAS എഴുതുന്നവർക്കാണെങ്കിൽ ഈ പറഞ്ഞ ഗവൺമെന്റ് സെക്ടേഴ്സിൽ തന്നെ പബ്ലിക് അണ്ടർടേക്കിങ്സിലും ഗവൺമെന്റ് അണ്ടർടേക്കിങ്സിലും ഒക്കെ എനിക്ക് IAS കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോകാനായിട്ട് പറ്റും.
ലൈസൻസ് എടുക്കാൻ എക്സ്പീരിയൻസ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല, അത് ഡിപ്ലോമക്കാർക്കാണ് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണ്ടത്. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആർക്കെങ്കിലും? IAS കുറിച്ച് പറയുമെന്ന് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. IAS എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അത് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് അതിന്റെ എക്സാം വരുന്നുണ്ട്. എല്ലാ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവർക്കും വേണ്ടിയിട്ട് IAS വരുന്നുണ്ട്. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹൈ സാലറി അല്ല അതിന്റെ മെയിൻ സംഭവം, അതിന്റെ ഒരു വില തന്നെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് പ്രൊഫഷനിൽ ഇന്ത്യയിൽ കിട്ടാവുന്ന പരമോന്നതമായിട്ടുള്ള ജോലികളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥാനങ്ങളാണ് IAS വഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. IAS ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും ഇന്റർവ്യൂ ഒക്കെ വരുന്ന ഇതുണ്ട്. ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ഇന്റർവ്യൂ അങ്ങനത്തുള്ള കുറെ ടയേഴ്സിൽ കൂടിയാണ് പോകുന്നത്. നമ്മുടെ IAS പോലെ തന്നെ പ്രിലിമിനറി ഉണ്ട്, മെയിൻ ഉണ്ട്. ഏകദേശം അതേ സ്റ്റാൻഡേർഡ് തന്നെയുള്ള ഒരു എക്സാമാണ് IAS എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഓപ്പർച്യൂണിറ്റി ഇൻ യൂറോപ്പ് കൺട്രീസ്. യൂറോപ്പ് കൺട്രീസ് മാത്രം ഞാൻ അതിനെ ലിമിറ്റ് ചെയ്യുന്നില്ല. ഓപ്പർച്യൂണിറ്റീസ് ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞത്, യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് പഠിക്കുക, യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അവൈൽ ചെയ്യുക, അങ്ങനത്തുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും അതിന്റെ സർട്ടിഫിക്കേഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സർ, ഫീസ് പേയ്മെന്റ് ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാമോ? ഫീസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പോലുള്ള ഇൻഡിവിജ്വൽ സർട്ടിഫിക്കേഷൻസ്, ഓട്ടോഡെസ്കിന്റെ സർട്ടിഫിക്കേഷൻസ് പോലുള്ള ഇൻഡിവിജ്വൽ സർട്ടിഫിക്കേഷൻസും യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിന്റെ സർട്ടിഫിക്കേഷൻ, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ചേർത്തിട്ട് നിങ്ങളുടെ സൈറ്റ് ട്രെയിനിങ്സിനുള്ള എക്സ്പെൻസ് എല്ലാം കൂടി ചേർത്തിട്ട് ടോട്ടൽ ഫീസ് വരുന്നത് 40,000 ആണ്. ആ ഫീസ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പേ ചെയ്യേണ്ടത്. IAS എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെയാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയറിംഗിന്റെ ഈ വർഷത്തെ 2020 അക്കാഡമിക് ഇയറിന്റെ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 15-നാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള കുറച്ച് ക്ലാസ്സുകൾക്ക് ശേഷം നിങ്ങൾക്ക് ജൂലൈയിൽ എക്സാം വരുമെന്ന് കേൾക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നീട് ലോക്ക്ഡൌണിന് ശേഷവും സർക്കാരിന്റെ റെസ്ട്രിക്ഷൻസ് മാറിയതിനു ശേഷവും നിങ്ങളുടെ എക്സാമിന് ശേഷവും ഓഫ്ലൈൻ ക്ലാസ്സസ് റെസ്യൂം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീണ്ടും അതിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യേണ്ടത് ആദ്യത്തെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു നോമിനൽ എമൗണ്ട് ഉണ്ടാവും. അതിനുശേഷം ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിൻ്റെത് നിങ്ങളെ ഓരോരുത്തരെ അറിയിക്കുന്നതായിരിക്കും, രജിസ്റ്റർ ചെയ്യുന്നവരെ അറിയിക്കുന്നതായിരിക്കും. അതൊരു ടൈം ഗ്യാപ്പ് വെച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അഹമ്മദ്, വൈൻഡപ്പ് ചെയ്യാമല്ലോ. ലൊക്കേഷൻ കൊല്ലമാണ്. കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ആർക്കൈറ്റ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലത്ത് കൊട്ടിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊട്ടിയത്തും പിന്നെ കൊല്ലം പ്രോപ്പർ സിറ്റിയിലും രണ്ടിടത്തുണ്ട്. ടോട്ടൽ ഫീസ് 40,000 ആണ്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയും നേരം ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. കോഴ്സ് ഡ്യൂറേഷൻ 6 months ആണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ,
ഓക്കെ, എല്ലാവർക്കും ഇത്രയും നേരം ഈ ഒരു സെഷൻ അറ്റൻഡീവായിട്ട് കോപ്പറേറ്റീവായിട്ട് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കരിയറിൽ നല്ല രീതിയിൽ തന്നെ ശോഭിക്കാൻ പോകുന്നവരാണ്. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കാര്യം നിങ്ങൾ അത്രത്തോളം എന്തൂസിയാസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു വെബിനാറിൽ നിങ്ങൾ പങ്കെടുത്തത്. ഈ ഒരു നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്ത് നല്ലൊരു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒരു ജോബിലേക്ക് നിങ്ങൾ പോവുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനിപ്പം ഈ ചാറ്റ് സ്ക്രീനിൽ എൻ്റെ നമ്പർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്തിരുന്നാലും ഞാൻ ബാക്കി നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പം എനിവേ നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് തന്ന KTU സ്റ്റുഡൻസിനും താങ്ക്സ് പറയുന്നു. ഇത്രയും നേരം നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, അപ്പം ബാക്കി എന്തെങ്കിലും ഫോളോ അപ്പ് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.